ലൈൻ മോഡലിൽ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ആയിട്ട് നടക്കൽ ഫ്ലീറ്റ് ആണ്. ഇതും ഒരു ലോങ് സ്ലീവ് കോൺസെപ്റ്റ് ആണ്. ഇത് നെക്കിൽ മാത്രം ഇങ്ങനെ ഹാൻഡ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ മോഡലാണ്. ഫാബ്രിക് സെലിബ്രിറ്റി സിൽക്ക് ആണ് ഫാബ്രിക്കിന്റെ പേര്. 500-നുള്ളിൽ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. ഇതൊക്കെ മെറ്റർണിറ്റിയിൽ വരുന്ന കളക്ഷൻസ് ആണ്. നമ്മുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടും റയോൺ ഫോയിൽ തുണിയാണ്. കുർത്തീസ് തുടങ്ങുന്നത് 199 മുതലാണ്. ബാട്ടിക്കില് ലോങ് സ്ലീവ് കേട്ടോ. ജയ്പൂർ 60s പ്യോർ കോട്ടൺ ഓർഗൻസ ടൈപ്പിന്റെ ഒരു ഫാബ്രിക് ആണ്. ഈ ഹാൻഡ് വർക്ക് നോക്കിയേ, അത് അതിനേക്കാളും ഭംഗി കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്ത് ദുർഗ ടെക്സ്റ്റൈൽസിലേക്കാണ്. 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്കാണ് വന്നിരിക്കുക. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ എൻ്റെ മുന്നിലാണ് ദുർഗ. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഫ്ലവർ ജംഗ്ഷൻ ഉണ്ട്, അവിടെ കാണാം ഫ്ലവർ ജംഗ്ഷൻ. അപ്പോൾ MG റോഡ് വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫ്ലവർ ജംഗ്ഷൻ വഴിക്കാണ് വരേണ്ടത്. നല്ല ഒളി തല കേൾക്കുള്ളൂ, നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ MG റോഡ് വഴിക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലവർ ജംഗ്ഷൻ വരും. അപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറാം. ലെഫ്റ്റ് സൈഡാണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആ വഴിക്ക് വരികയാണെങ്കിൽ നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്കാണ് എത്തേണ്ടത്. അവിടെ ദുർഗ 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്കാണ്. ഇവർക്ക് വേറൊരു ബ്രാഞ്ച് കൂടി ഉണ്ട്, അത് നമുക്ക് പ്രസ് ക്ലബ് റോഡിലാണ് കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡിലാണ് കേട്ടോ. 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലേക്ക് മൊത്തം ലേഡീസിൻ്റെ ഐറ്റംസ്, അതും മൊത്തം കുർത്തീസ് ആണ് കേട്ടോ, സാരീസ് ഒന്നുമില്ല. പിന്നെ എന്തൊക്കെ വെറൈറ്റി എന്നുള്ളത് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. വരും കയറാം നമുക്ക്. അപ്പൊ താഴത്തെ ഫ്ലോർ കാണുമ്പോൾ ചെറിയൊരു ഫ്ലോർ ആണ്, പക്ഷെ അതിന് മുന്നേ ഇവിടുത്തെ ഓണർ ഉണ്ട് കേട്ടോ. ഈ മൈക്കൊന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെ. മൈക്കൊന്ന് സെറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് തരാം, if you don't mind. No problem. Okay. Thank you. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ദുർഗ ടെക്സ്റ്റൈൽസിലത്തെ ഓണറാണ്. വെൽക്കം ടു ദിസ് വീഡിയോ. Thank you. അപ്പോൾ അവിടെ നിൽക്കാണ്ട് കുറച്ചൊന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലോർ മൊത്തം വരുന്നത് എന്ത് ഐറ്റംസ് വരുന്നത്? ഈ ഫ്ലോറിൽ നമ്മൾ എല്ലാ ഐറ്റംസ് വെക്കാറുണ്ട്. മെയിൻലി കോട്ടൺ ആണ്. അത് ഈ റാക്കിന് തുടക്കുമ്പോൾ കോട്ടൺ ഐറ്റംസ് ആണ്. ഓക്കെ. ആൻഡ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഷിഫോൺ, ജോർജറ്റ്, റയോൺ, നെറ്റ് വേർഡ് ടൈപ്പ് ഐറ്റംസ് മിക്സ് ആക്കി വെക്കും. പിന്നെ ഈ സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മളുടെ 2 പീസിന്റെ സെക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 2 പീസ് വെക്കും. അപ്പൊ സിംഗിൾ കുർത്തി ഉണ്ട്, 2 പീസ് ഉണ്ട്, പിന്നെ നമുക്ക് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടുള്ളത് ഉണ്ട്, അങ്ങനെ എല്ലാം തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഫ്രോക്ക് ടൈപ്പ് ഉണ്ട്, 3 പീസ് ഉണ്ട്, ലേഡീസിന്റെ ബോട്ടംസ് ഉണ്ട്, ലേഡീസിന്റെ ഷോർട്ട് ടോപ്പ് ജീൻസിന്റെ മുകളിൽ ഇടാൻ പറ്റിയ ഐറ്റംസും കൂടി ഉണ്ട്. മീൻസ് ക്രോപ്പ് ടോപ്സ്, ഷോർട്ട് ടോപ്സ്, ഫോർമൽ ഷർട്ട്. ഞാൻ വിചാരിച്ചു കുർത്തീസ് മാത്രമേ ഉള്ളൂ. എന്നാൽ കുർത്തീസ് അല്ല കേട്ടോ, ഇവിടെ ക്രോപ്പ് ടോപ്പും കിട്ടും. അപ്പൊ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്തായാലും നമുക്ക് അറിയണം. സ്റ്റാർട്ടിംഗ് റേറ്റ് ഒന്ന് പറയാൻ പറ്റും? സ്റ്റാർട്ടിംഗ് റേറ്റ് കുർത്തീസ് തുടങ്ങുന്നത് 199 മുതലാണ് ആൻഡ് ഒരു 500 റേഞ്ച് വരെ ഉണ്ട്. 500-നുള്ളിൽ എല്ലാം കിട്ടും. എല്ലാം കിട്ടും. വാവ്, ഗ്രേറ്റ്. അപ്പൊ 199 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഓക്കെ, കുർത്തീസിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. ഷോർട്ട് ടോപ്സ് വരുമ്പോൾ 100 റുപ്പീസ് ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് ആൻഡ് അത് ഒരു 300-400 റേഞ്ച് വരെ പോകും. റേറ്റ് കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടി പോവാണ്. പിന്നെ അതുപോലെ 2 പീസിന്റെ ഒക്കെ വരുമ്പോൾ 239 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആൻഡ് ഗോസ് അപ്വേർഡ്സ് ടിൽ 500. 2 പീസും 3 പീസ് ഗോസ് അപ്വേർഡ് ടിൽ 500-600 വരെ. 500-600 ഉള്ളിൽ കിട്ടും. ഉള്ളില് വിത്ത് ഫുൾ ലൈനിങ് ആയിട്ടുള്ള ഐറ്റംസ്, കോട്ടന്റെ ഐറ്റംസ്, ജയ്പൂരി ഐറ്റംസ്, അങ്ങനെ. അപ്പൊ ഈ പറയണേക്കാളും നല്ലത് നമുക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പൊ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പൊ ഫസ്റ്റ് 2 പീസ് കളക്ഷൻ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ജയ്പൂരി ഐറ്റം ആണ് കാണിക്കുന്നത്. ജയ്പൂർ 60s പ്യോർ കോട്ടൺ ആണ്. ഇത് ടോപ്പാണ്, ബോട്ടം ആണ്. ടോപ്പ് വിത്ത് ബോട്ടം, അങ്ങനെ 2 പീസ് നല്ല മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോംബോ സെറ്റ് ആണ്. ഓക്കെ, കോംബോ സെറ്റ് ആണ്. അപ്പൊ ഇതില് 4 സൈസ് വരും, ML, XL, XXL. സെയിം കളർ സെയിം പാറ്റേൺ, സൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് വൺ മോർ തിങ്, ഇത് നമ്മുടെ 2 പീസിന്റെ ഒരു സെറ്റപ്പിന് വേണ്ടി മാത്രമാണ്. ഓക്കെ. ആൻഡ് നമ്മുടെ വേറെ എന്തെങ്കിലും ആയിട്ട് 3 പീസ് ആയാലും ഷോർട്ട് ടോപ്പ് ആയാലും കുർത്തി ആയാലും ഇപ്പൊ ജനറലി ഈ മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എന്ത് ഐറ്റം എടുത്താലും സെറ്റ് ആയിട്ട് എടുക്കണം. കറക്റ്റ്. ആൻഡ് എല്ലാം അളവ് എടുക്കണം. പക്ഷെ നമ്മുടെ കടയിൽ അത് ഓപ്ഷണലാണ്. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ 3XL മാത്രം നിങ്ങളുടെ കടയിൽ മൂവിങ് ആണെങ്കിൽ 3XL മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഈ സെറ്റിൽ അങ്ങനെ എടുത്താൽ മതി. ഈ സെറ്റില് 2 പീസ് ഒരു എക്സെപ്ഷൻ ആണ്. ഇതില് സെയിം കളർ സെയിം ഇത് വരും. ഒരു എക്സാമ്പിൾ കൊടുത്തോ. ഇപ്പൊ ഇതില് 4 കളർ മാമിന് കാണാൻ പറ്റും. 4 കളേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് 4 കളേഴ്സ്. അപ്പൊ ഇതില് ഇത് സൈസ് 3XL ആണ്.
എനിക്ക് നമ്മൾക്ക് 3XL ഉണ്ട്, 4XL ഉണ്ട്, 5XL ഉണ്ട്. ഇപ്പൊ നമുക്ക് 3XL ഉം 5XL മാത്രം മൂവിങ് ആണെങ്കിൽ അപ്പൊ 3XL ഉം 5XL മാത്രം എടുത്താൽ മതി. 4XL സ്കിപ്പ് ആക്കാം. ബട്ട് കളേഴ്സ് മാൻഡേറ്ററി ആണ്. ഓൾ കളേഴ്സ് വിൽ കം. സോ സൈസ് നമ്മുടെ ആ ഒരു പ്രിഫറൻസ് ആയിട്ട് നമ്മുടെ ഏരിയയിൽ ഏത് സൈസാ കൂടുതൽ ചോദിക്കണേ അപ്പൊ ആ സൈസ് എടുക്കാം. ഇപ്പൊ റീറ്റെയിലേഴ്സ് ആവുമ്പോൾ കൂടുതൽ XS ML ആണ് കൂടുതൽ പ്രിഫർ ആവണത്. ആ സൈഡിൽ ഹോൾസെയിലേഴ്സ് വരുമ്പോൾ അവർക്ക് XL 2XL മുതലാണ് മോസ്റ്റ്ലി പ്രിഫറൻസ് അവിടെ മുതൽ മതി. അപ്പോൾ ദ സൈസ് ഇസ് കസ്റ്റമേഴ്സ് ചോയ്സ്. ഓക്കെ. അപ്പൊ ഇപ്പൊ കോളേജ് ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതൽ ഈ സ്മോൾ സൈസ് ഒക്കെ ആവും പോവാ കൂടുതൽ, അല്ലെങ്കിൽ മീഡിയം സൈസ് ഒക്കെ. അപ്പൊ ആ സൈസ് മാത്രം എടുത്താൽ മതിയാവും അല്ലേ? അപ്പൊ ബൾക്കായിട്ട് എടുക്കണം കേട്ടോ. പക്ഷെ ഇത് ഹോൾസെയിൽ ആണ്, അത് വേറൊരു കാര്യം. അപ്പൊ ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് ബ്രാഞ്ച് കൂടി ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് പ്രസ് ക്ലബ് റോഡ്, നമ്മുടെ ആ റോഡിലാണ്. മേനക ബസ് സ്റ്റോപ്പിന് ഭയങ്കര അടുത്തായിട്ട് വരും. പിന്നെ അവിടെ ഒരു ഹോട്ടലും കൂടി ഉണ്ട്, സിലോൺ ബേക്ക് ഹൗസ് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു 100 മീറ്റേഴ്സിന്റെ ഗ്യാപ്പിലാണ്. അധികം ദൂരമൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. സെയിം ടു സെയിം ഐറ്റം, സെയിം ടു സെയിം റേറ്റ്, നോ ഡിഫറൻസ്, സെയിം ഡിസ്കൗണ്ട്, എല്ലാം സെയിം ആയിരിക്കും. ഒരു വ്യത്യാസമില്ല. ഓക്കെ. അപ്പൊ ഇനി അടുത്ത കളക്ഷൻസ് നമുക്ക് കാണിച്ചാലോ? ഏതിനാ കാണിക്കാം നമുക്ക് ഇനി? ഇപ്പൊ നെക്സ്റ്റ് നമ്മളുടെ ഇതാണ് നമ്മുടെ ഒരു ഹെവി ട്രെൻഡിങ് മൂവിങ് ഐറ്റം, നമ്മുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം. റയോൺ ഫോയിൽ തുണിയാണ്. റയോൺ ഫോയിലിൽ വിത്ത് ഹാൻഡ് വർക്ക് ആണ്. മോഡല് പഫ് കൈവരും, സൈഡില് ഇങ്ങനെ കെട്ടാനുള്ള നമുക്ക് കെട്ടാൻ ഡോറി ഉണ്ട്. ഓക്കെ. അത് കൂടാണ്ട് ബാക്കിലും ഇങ്ങനെ ഒരു ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഇതിന്റെ പല കളേഴ്സും ഉണ്ട്. ഇതാണ് ഇതിന്റെ 4 കളേഴ്സ്. 4 കളർ. ഓക്കെ. ഇതാ ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അങ്ങനെ 4 കളർ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 4 കളർ ഫുള്ള് മേടിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇല്ല അല്ലെ? കളേഴ്സ് നാളിലും മേടിക്കേണ്ടി വരും. പക്ഷെ സൈസ് ഇപ്പൊ നമ്മൾക്ക് ഇതില് S, M, L, XL, 2XL, 3XL 5 സൈസസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന സൈസ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ അത് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് വന്ന് ചോദിക്കുക. കളക്ഷൻസ് അടിപൊളിയാണ്, പിന്നെ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിൽ ഇനി എന്താ വെറൈറ്റി ഐറ്റംസ്? ഫ്ലോറിൽ വേറെ നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റംസ് ഇനിയും കാരണം കാണാൻ കെടുക്കാണ്. മുകളിലത്തെ ഫ്ലോറിലൊക്കെ നിറയെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് ഒരു പ്രീമിയം ജോർജറ്റ് പറയും. ഫാബ്രിക്കിന്റെ പേര് പ്രീമിയം ജോർജറ്റ് ആണ്. വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് യോക്കിൽ വന്നിരിക്കുന്ന പഫിന്റെ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കെട്ടാൻ വേണ്ടിട്ടോ. അപ്പൊ ഇതിൽ എത്ര സൈസ് വരെ അവൈലബിൾ ആണ്? ഇതില് S, M, L, XL. ഓക്കെ. അങ്ങനെ 4 സൈസ് അല്ലേ? ഇതാണ് ഇതിന്റെ കളേഴ്സ്. വൈറ്റ്, ബ്ലാക്ക്, നെക്സ്റ്റ് ബേബി പിങ്ക്, പിന്നെ ഈ മോർ പീച്ച് ബ്ലൂ. ഒക്കെയും വലിയ വലിയ പ്രിന്റ്. അതുപോലെ തന്നെ യോക്കിൽ അത്യാവശ്യം വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വർക്ക് കാണുന്നതൊക്കെ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആണോ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹാൻഡ് വർക്കിന് ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ത്രെഡ് വർക്ക് എംബ്രോയിഡറിനും ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആൻഡ് കമ്പ്യൂട്ടർ മെഷീനറി വർക്കിന് വേറെ ഒരു ഇൻ ഹൗസ് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ എല്ലാതും നിങ്ങളുടെ ഇൻ ഹൗസ് ചെയ്യുന്ന സംഭവമാണ്. ഇൻ ഹൗസ് not even 1% of the product will be from outside. No outside machinery or material. Okay. അപ്പോൾ മാനുഫാക്ചറിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാർജിൻ കൂടുതൽ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര റേറ്റ് കുറവിനാണ് കിട്ടുന്നത്. ഇനി 2 പീസും 3 പീസും ആ ഒരു റേഞ്ചിൽ ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ള കളക്ഷൻസ് ഈ 4 ഫ്ലോർ എവിടെ കയറി കഴിഞ്ഞാലും നമുക്ക് ഈ ഇത്രയും റേഞ്ചിലുള്ളത് കിട്ടുള്ളൂ. എന്നാൽ ഇത് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് വരുന്ന കളക്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടും. ഓക്കെ. ഡെയിലി അപ്ഡേറ്റ് വരും. അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്. അപ്പൊ അതില് ഡെയിലി ഒരു 15 to 20 ന്യൂ ഡിസൈൻസ് ഡെയിലി അപ്ഡേറ്റ് ആവും. ആൻഡ് നമ്മൾ ഒരിക്കലും ഈ സെയിം കോൺസെപ്റ്റ് റിപ്പീറ്റ് ആക്കില്ല. സെയിം കോൺസെപ്റ്റ്, സെയിം ഹാൻഡ് വർക്ക്, സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ആക്കില്ല. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഒരു നല്ല വെറൈറ്റി ക്ലയൻസിനും കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്കും ഡെയിലി ഒരു നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുമ്പോഴല്ലേ കസ്റ്റമേഴ്സിന് നല്ലത് കൊടുക്കാൻ പറ്റുള്ളൂ. പുതിയ പുതിയ ട്രെൻഡി കളക്ഷൻസ്. അപ്പൊ ഇനി അടുത്ത കളക്ഷൻസിലേക്ക് കടന്നാലോ? അടുത്ത കളക്ഷൻസ് നമുക്കൊന്ന് മുകളിലോട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ അത്യാവശ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ നിറയെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇത് കുറെ കളക്ഷൻസ് ഉള്ളത് ഇതിനേക്കാളും അക്രമം കളക്ഷൻസ് മുകളിൽ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതും നിറയെ കളക്ഷൻസ് ആണ്. അതിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട്. വിചിത്ര സിൽക്ക് അങ്ങനെ കയറി പോവാണ്. പക്ഷെ മുകളിൽ വെറൈറ്റി ഇനിയും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയാലും വരും. ഫസ്റ്റ് ഫ്ലോർ അല്ലേ? ഓക്കെ. ഫസ്റ്റ് അടിപൊളി സംഭവം പിന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. എല്ലായിടത്തും നമുക്ക് ആലിയ കട്ട് മോഡൽ കാണും. പക്ഷെ ഇവിടെ കുറച്ച് ഡിഫറെന്റ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക്. നിങ്ങളുടെ ഓണല്ലേ?
ഇത് നമ്മുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ ആണ്. ആൻഡ് ഇതില് നമ്മള് ഫ്ലീറ്റ് കൊടുത്തത് ഒരു ഭയങ്കര ജനറലി കാണുന്നത് കുറച്ചുകൂടി വലിയ സൈസ് ഫ്ലീറ്റ് ആണ്. അപ്പൊ ഇതൊരു ഫ്ലീറ്റ് ഭയങ്കര മാർജിൻ ഭയങ്കര കുറവാണ്. അതാണ് ഈ പീസിൽ ആ ഒരു ലുക്ക് വരുന്നത്. ലുക്കും പിന്നെ ഹാൻഡ് വർക്കും അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് മൊത്തം ഫസ്റ്റ് ഫ്ലോറിൽ കുർത്തീസിന്റെ സെക്ഷൻ. അപ്പൊ ഇനി അടിയിലും കുർത്തീസ് ആണ്, മുകളിലും കുർത്തീസ് ആണ്. ഈ ഒരു ഫ്ലോറിൽ എന്താ വെറൈറ്റി? ഈ ഒരു ഫ്ലോറിന്റെ വെറൈറ്റി ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ. ചിക്കൻ വർക്ക് ആൻഡ് ജോർജറ്റ് മിക്സ് ആണ്. ഫ്രോക്ക് മോഡലാണ്. സെന്ററിൽ ഫ്ലീറ്റ് വരും. സെന്ററിലാണ് ഇതിന്റെ പ്ലെയിൻ വന്നിരിക്കുന്നത്, രണ്ട് സൈഡിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ അത് 3-4 കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 3 കളേഴ്സ് ഉണ്ട്. 3 കളേഴ്സ് എല്ലാം കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആണ്. വൈൻ, മജന്ത ആൻഡ് നേവി ബ്ലൂ. നേവി ബ്ലൂ. ഓക്കേ. ഇത് സിമ്പിൾ ആയിട്ട് കുർത്തി, ഫ്രോക്ക് പോലത്തെ. ഫ്രോക്ക് പോലത്തെ കുർത്തീസ്. യു കാൻ വെയർ ഇറ്റ് ഫോർ വർക്കിനും ഇടാം ആൻഡ് പുറത്തു പോകാനും ഇടാം. ഓക്കേ. ഇതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഇതിന് നമ്മൾ പറയുന്നത് ഗല മോഡലാണ്. ഗല മോഡൽ പറയുമ്പോൾ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്നത്. ഗല മോഡലിന്റെ ഉദ്ദേശം നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ഇതിന് ഗല മോഡലെ വിളിക്കണം. ബിക്കോസ് ഗല ഇസ് ബേസിക്കലി നെക്ക്. സോ ദ ഡിസൈൻ വിൽ ഓൾവേസ് ബി നെക്കിന്റെ അടിയിലായിരിക്കും ഡിസൈൻ. ആൻഡ് ഇതിൽ സൈഡിൽ ഫ്ലീറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോർമലി സാധാരണ കാണുന്നത് യോക്കിലും മാത്രമായിട്ടായിരിക്കും വർക്ക് ഉണ്ടാവും. പക്ഷെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്ലീറ്റ് വരുന്നത് ഇവിടെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. നല്ല ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ അതിന്റെ ഭംഗി അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ അത് എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴാണ് അതിന്റെ ആ ഒരു യോക്കിന്റെ പോർഷനിൽ സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ്, സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടതാവില്ല കേട്ടോ. ഇപ്പൊ ഇനി 2 ദിവസം കഴിയുമ്പോൾ കാണാൻ പറ്റാ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടോ? വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട്. വീഡിയോ കോൾ ഡിപ്പാർട്ട്മെന്റിൽ സ്പെസിഫിക് ആൾക്കാരുണ്ട്. അപ്പൊ അത് എപ്പോ വേണമെങ്കിലും വിളിക്കാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് സപ്പോസ്ഡ്ലി ഫോർ ക്ലയൻസ് നമ്മൾക്ക് ഇൻ ഹൗസ് വിസിറ്റ് ഉണ്ട്. ദർ ഇസ് എ ടീം ക്ലയൻസിന് പോയിട്ട് മീറ്റ് ചെയ്യും. അപ്പൊ സപ്പോസ്ഡ്ലി ഒരു ക്ലയന്റിന് വരാൻ പറ്റില്ല ആൻഡ് അവര് സപ്പോസ് വീഡിയോ കോൾ ആയിട്ട് അത്രയും കംഫർട്ടബിൾ ഇല്ല, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവില്ലെങ്കിൽ നമ്മൾ അവരുടെ സ്പെസിഫിക് ലൊക്കേഷനിൽ എത്തിയിട്ട് വി വിൽ ഷോക്കേസ് ആ പ്രോഡക്ട്സ്. സോ വി വിൽ റീച്ച് അത് അവർക്ക് വലിയൊരു സൗകര്യമായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ പ്രോഡക്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യണം. എന്നിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ എല്ലാം നമ്മുടെ ഒരു ഐറ്റംസിന്റെ ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി ഈ റേഞ്ച് മുതൽ ഈ റേഞ്ച് ഈ ടൈപ്പിന്റെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ ക്ലയന്റിന് ഒരു ക്ലിയർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. ബിക്കോസ് അവർക്ക് ആ ഒരു ഫസ്റ്റ് വിസിറ്റിൽ അവർക്ക് ഐറ്റമിൽ കോൺഫിഡൻസ് വന്നാൽ പിന്നെ നെക്സ്റ്റ് ടൈം എവറി ടൈം വിസിറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ അവർ സാറ്റിസ്ഫൈങ് കൺവിൻസ്ഡ് ആയാൽ പിന്നെ അവർക്ക് വാട്സാപ്പിൽ ഓർഡർ കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മുടെ ഇങ്ങനെ ഒരാളുണ്ട്, നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽ നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അടുത്തത് ജോർജറ്റിലാണ്. അജ്രക്കിന്റെ പാച്ച് വർക്ക് ആയിട്ടാണ് വിത്ത് മിറർ വർക്ക്. അതും ഒറിജിനൽ മിറർ വർക്ക് ആണ്. പിന്നെ കളർ അടിപൊളി കളേഴ്സ് ആണ്. ഒക്കെ നല്ല പേസ്റ്റൽ ചാർട്ടാണ്. ഒക്കെ നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ. എന്നാലും ഒന്നിലൊന്ന് വെച്ചുള്ള കളേഴ്സ് ആണ് എല്ലാതും. യോക്കിലത്തെ വർക്കും ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഓരോന്നൊരു ഇത് നടുക്കിലത്തെ വേറെ, അത് വേറെ, അങ്ങനെ പല ഡിഫറെന്റ് പ്രിന്റ്സും പല ഡിഫറെന്റ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും കുറേശ്ശെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അടുത്തത് ചിക്കൻ കറിയിൽ തന്നെ ഇത് നമ്മുടെ കുറച്ചുകൂടി ഒരു ഹെവി കോൺസെപ്റ്റ് ആണ്. യോക്കിലാണ് വർക്ക് വന്നിരിക്കുന്നത് അല്ലേ? ഫുൾ ചിക്കൻ കറിയുടെ അടിയിൽ പ്ലെയിൻ, പിന്നെ അത് കൂടാണ്ട് ഏറ്റവും അടിയിലും ഈ ഒരു വർക്ക് സെയിം കൊടുത്തിട്ടുണ്ട്. വിത്ത് ട്രാൻസ്പെറന്റ് സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലും 4 കളർ കാണിക്കണ്ടേ? ഈ 4 കളർ കളറാണ്. ഈ 4 കളർ മൊത്തം എടുക്കണോ? ഈ 4 കളേഴ്സ് എടുക്കേണ്ടി വരും. ഇതിൽ നമുക്ക് 5 സൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ അത് നമ്മുടെ ഓപ്ഷൻ സെലക്ഷൻ ഓൾവേസ് നമ്മുടെ എൻഡിലാണ്. ഓക്കെ. ഇത് വരുന്നത് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് റിങ്കിൾ റയോണിലാണ്. ഇപ്പൊ കാണിച്ചത് നമ്മൾ മൊത്തം ജോർജറ്റ് ആയിരുന്നു. ഇത് റിങ്കിൾ റയോണിലാണ്. ഈ റെയിനി സീസൺ ആവുമ്പോൾ റിങ്കിൾ റയോൺ കുറച്ചുകൂടി ഡിമാൻഡ് കൂടാറുണ്ട്. കംഫർട്ടബിൾ കൂടുതലാണ്. വെയർ ചെയ്യുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണങ്ങാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഒറിജിനൽ മിറർ വർക്ക് വിത്ത് കട്ട് ബീഡിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3 കളർ ഓപ്ഷൻസ് അല്ലേ? ഇതാണ് റിങ്കിൾ റയോൺമേ ഒരു കോൺസെപ്റ്റ്. അതിന്റെ സ്റ്റോക്ക് ആണ് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ മുകളിൽ വേറെ നിറയെ ഇരിക്കുന്നുണ്ട്. അതെ, ഇത് ഇപ്പൊ ഡിസ്പ്ലേക്ക് നമ്മൾ കുറച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കൂടാണ്ട് നിറയെ കളക്ഷൻസ് മുകളിൽ ഇനിയും കിടക്കുന്നുണ്ട്. ഇനി അടുത്തേക്ക് കടന്നാലോ? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ്. മിക്സ് ഓഫ് പ്രിന്റ്, പ്ലെയിൻ ആൻഡ് ഹാൻഡ് വർക്ക്. എല്ലാം കൂടി മിക്സ് ആയിട്ടല്ലേ? മുകളിൽ പ്ലെയിൻ, ഹാൻഡ് വർക്ക് ഉണ്ട്. അടിയിൽ നോക്കുകയാണെങ്കിൽ മൊത്തം വർക്ക്.
ഒരു പ്രിന്റിന്റെ ഡിഫറൻസ്, ഒരു മാർബിൾ പ്രിന്റ് അല്ലേ? ഒരു മാർബിൾ ജോമെട്രിക്കൽ ടൈപ്പിന്റെ ഒരു പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തത്. എന്നാ കളർ നോക്കുകയാണെങ്കിൽ ഒക്കെ വേറെ വേറെ കളേഴ്സ് ആണ് കേട്ടോ. ഇപ്പൊ ഇത് പിങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ അതിൽ ബ്ലാക്കിൽ ബ്ലാക്ക്, അടിപൊളി കളേഴ്സ് ആണ്, ഒക്കെ ഒന്നിലൊന്നും മെച്ചുള്ളത്. എല്ലാവരും എടുക്കണം കേട്ടോ, 4 ഷെയ്ഡെങ്കിലും എടുക്കേണ്ടി വരും, കാരണം ഇത് ഹോൾസെയിലാണ്, ബൾക്കായിട്ട് തന്നെ എടുക്കണം. പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ റീസണബിൾ റേറ്റ് ആണ്. ബേസ് കോട്ടൺ ആണ് ഫാബ്രിക്കിന്റെ, ഡിജിറ്റൽ ഡിജിറ്റൽ കോട്ടൺ ആണ് വിത്ത് ഹാൻഡ് വർക്ക്. ഓക്കെ, ഡിജിറ്റലിലാണ്. അതുപോലെ തന്നെ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഒറിജിനൽ മിറർ വർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സ്ലീവ് ആണ്, പഫിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 കളേഴ്സ് കേട്ടോ. അപ്പോൾ ആ 2 കളർ മാത്രം എടുത്താൽ മതി, അടിപൊളി. അതുപോലെ സൈസ് നോക്കുകയാണെങ്കിൽ സൈസ് നമ്മുടെ ചോയ്സ്. സൈസ് ഓൾവേസ് കസ്റ്റമേഴ്സ് ചോയ്സ്, കസ്റ്റമേഴ്സ് പ്രിഫറൻസ്. ഇതാണ് ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ഒരു കളക്ഷൻ. ഇത് പുറത്ത് ഡിസ്പ്ലേയിൽ അങ്ങോട്ട് കണ്ടു ഞാൻ, നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ. ഇതിപ്പോ ഏറ്റവും ട്രെൻഡി പോപ്കോൺ മെറ്റീരിയൽ ആൾക്കാർ അധികം എൻക്വയറി ഉണ്ട്. ആൻഡ് ഇതിൽ ഫുൾ ലൈനിങ്ങിന്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഇത് റെയിനി സീസണിൽ ഇത് നമുക്ക് പിന്നെയും അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദാറ്റ് വേ ഇറ്റ്സ് ക്വൈറ്റ് പ്രിഫർഡ്. പ്ലസ് ലൈനിങ്ങും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടാൻ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഫാബ്രിക് ആണ്. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ ഈ പോപ്കോൺ മെറ്റീരിയൽ ഒക്കെ ആദ്യം കുറച്ച് വെസ്റ്റേൺ വെയറിലായിരുന്നു പരീക്ഷണം നടത്തിയത്. ഇപ്പൊ ഇത് കുർത്തിയിലും വന്ന് തുടങ്ങി. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് വെസ്റ്റേൺ വെയറിലാണ് കൂടുതൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കാണാറുള്ളത്. ഇപ്പൊ കുർത്തിയിലും ഇതിൽ 3-4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കണമെങ്കിൽ അടിപൊളി കേട്ടോ. 4 കളേഴ്സ് അല്ലേ. പിന്നെ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഡിസൈനിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ്, നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ. അപ്പൊ എന്തെങ്കിലും വർക്ക് ഡിഫറെന്റ് വേണമെന്ന് വെച്ചാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി കസ്റ്റമേഴ്സിനെ ലൈക്ക് നമ്മൾ ഔട്ട്റീച്ച് ചെയ്യുന്ന രീതി തന്നെ കസ്റ്റമേഴ്സ് നമുക്ക് ഒരു അവരുടെ ഒരു പ്രിഫറൻസ് ലൈക്ക് ഈ കോൺസെപ്റ്റ് തന്നെ അവർക്ക് ഹാൻഡ് വർക്കിൽ വേണം, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിൽ ഇവർക്ക് ത്രെഡ് വർക്ക് വേണം, അല്ലെങ്കിൽ ഈ തുണിയിൽ തന്നെ ഇവർക്ക് ഈ ഗല കോൺസെപ്റ്റ് ഈ ഫാബ്രിക്കിൽ വേണം. സോ വാട്ട് എവർ ദ കസ്റ്റമേഴ്സ് ചോയ്സസ് ആൻഡ് ഈവൻ ദേ ക്യാൻ ഈവൻ മെൻഷൻ റേഞ്ച്, ഈ റേഞ്ചിലൊന്ന് സെറ്റ് ആക്കി തരണം. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാനുഫാക്ചറേഴ്സ് ആണ്, എല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് നമ്മുടെ കയ്യിലാണ്. സോ ആസ് പെർ കസ്റ്റമേഴ്സ് പ്രിഫറൻസ് വി കൻ നമ്മുടെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ ഒരു കുർത്തിക്ക് ഇത്ര ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് അത്യാവശ്യം മാക്സിമം രീതി സപ്പോർട്ട് ആക്കി തരാം. ഓക്കെ, അപ്പൊ ഡൺ. അപ്പൊ ഇനി അടുത്തേക്ക് കിടക്കാം. നമുക്ക് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു A-line മോഡലാണ്. ഇത് ഒരു അജ്രക് ബേസ്ഡ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ ഇപ്പൊ മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഐറ്റം. സ്ട്രേറ്റ് A-line കുർത്തിയാണ് കേട്ടോ. ഇതില് ഫുൾ പ്രിന്റ് ആണ്, എവിടെ നോക്കിയാലും മൊത്തം ജോമെട്രിക് സ്റ്റൈൽ അല്ലേ. മാത്സ് പഠിക്കാത്തവർക്ക് ഇനി ഇതിൽ നോക്കി പഠിക്കാം. അതിൽ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഒക്കെ നല്ല ഒന്നിലൊന്നും മെച്ചുള്ള കളേഴ്സ് ആണ്. ബ്ലൂ, ഗ്രീൻ, അതുപോലെ പിങ്ക് ഉണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ 4, ഇത് ബ്ലാക്ക് അല്ലേ. അങ്ങനെ 4 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ തുണി നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. വൺ മോർ തിങ്, വി ഡോണ്ട് കോംപ്രമൈസ് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. ഇൻഫാക്ട് നമ്മളുടെ ഇപ്പോൾ മാം ഈ ഒരു ലേബിൾ നോക്കിയാൽ ഈ റെയിൻ ഡ്രോപ്സ്, ഇതാണ് ലേബിൾ. ഇത് ഇപ്പം നമ്മൾ ഈ ലേബിൾ ഉപയോഗിക്കാറില്ല. നമ്മൾക്ക് പണ്ട് ഒരു ബ്രാൻഡുള്ള ഇതാണ്. സോ നമ്മൾക്ക് പണ്ട് ഒരു വി വർ ഡൂയിങ് ഇറ്റ് ആസ് എ ബ്രാൻഡ്. നമ്മൾ ബ്രാൻഡിന്റെ പേര് വെക്കാറില്ല, വി ജസ്റ്റ് ഡൂയിങ് ഇറ്റ് നോർമലി. അപ്പോൾ വി ഡോണ്ട് കോംപ്രമൈസ് വിത്ത് ക്വാളിറ്റി നോ മാറ്റർ വാട്ട്. ക്വാളിറ്റിയിൽ പറയുമ്പോൾ ഇപ്പം ഞാൻ പിടിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഔട്ടർ ഫാബ്രിക്കിന്റെ കളറ്, ഇതാണ് ഇന്നർ ലൈനിങ്ങിന്റെ കളറ്. നമ്മൾ ലൈക്ക് ഇത് ഡാർക്ക് പിങ്ക് ആണെങ്കിൽ ഇതിലോട്ട് ലൈറ്റ് പിങ്കിന്റെ ലൈനിങ് വരെ അലൗ ആക്കില്ല. ഇത് എന്തായാലും നമ്മൾ ഇടുമ്പോൾ ആരും കാണില്ല. ബട്ട് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഒരു ഫിനിഷിംഗ് ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് ഒന്ന് കോംപ്രമൈസ് ആക്കാറില്ല. ഫുൾ ട്രിപ്പിൾ ഇന്റർലോക്കിംഗ് ആണ് ഫുൾ കുർത്തി ട്രിപ്പിൾ ഇന്റർലോക്ക് ആയിട്ട് വരും. അപ്പൊ ഉള്ളില് ലോക്കിംഗ് സിസ്റ്റം ഒക്കെ പക്കയായിരിക്കും, എല്ലാം പക്കയാണ്. അപ്പൊ അതിൽ കളർ 3 ഓപ്ഷൻസ് കളർ വരുന്നുണ്ട്. ഇത് XXL സൈസിന്റെ കുർത്തിയാണ് കേട്ടോ വരുന്നത്. 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഈ ഒരു ഫ്ലോർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകും, ഇനിയും കളക്ഷൻസ് കാണാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് അടിപൊളി പ്രിന്റ് ആണ് മാം. കുറച്ച് മാർബിൾ പ്രിന്റ് പറയല്ലേ, ഇത് ടിപ്പിക്കൽ മാർബിൾ പ്രിന്റ് ആയി.
ഇത് അടിപൊളിയാട്ടോ പ്രിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ സിമ്പിൾ ആയിട്ട് ഫ്രോക്ക് ടൈപ്പ് യൂസ് ചെയ്യാം. ഇതിൽ 3-4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒക്കെ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഒക്കെ അടിപൊളി കളേഴ്സ്. സൈസ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ഇത് കയ്യിലിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മീഡിയം, ലാർജ്, XL, XXL സൈസ് വരെ അവൈലബിൾ ആണ്. ഓക്കെ, പ്ലസ് സൈസുകാർക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈസിന്റെ നമ്മൾ റെഗുലർലി കുറച്ച് പാറ്റേൺസ് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ആൻഡ് പ്ലസ് സൈസിനും ഡെവലപ്പ് ആക്കണമെങ്കിൽ നമ്മൾ ഡെവലപ്പ് ആക്കി തരും. ഓക്കെ, അപ്പൊ അത് ആവശ്യം ഉണ്ടെങ്കിൽ അത് ബൾക്കായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ കുറച്ചൊരു ലേറ്റസ്റ്റ് നോവൽറ്റി ഐറ്റം ആണ്. കോട്ടൺ വിത്ത് ഫോയിൽ, കോട്ടൺ ബേസ്, കോട്ടൺ ഡിജിറ്റൽ വിത്ത് ഫോയിൽ. കോട്ടണില് ഫോയിൽ, അതുപോലെ ഇത് പഫ് സ്ലീവ് ആണ്, ഡോറി വരുന്നുണ്ട്, എന്ന് വെച്ചാൽ ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട് കെട്ടാനായിട്ട്, ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് കേട്ടോ. അതില് കളർ ഓപ്ഷൻസ് വരുന്നത് ഇതാണ്. ഇതിന്റെ 3 കളേഴ്സ്. കുറച്ചൊരു പേസ്റ്റൽ ഔട്ട്ലുക്ക് ആണ്. അപ്പൊ ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയറിനും ഉപയോഗിക്കാൻ പറ്റും. ഫോർമൽ വർക്ക് ഇവന്റ് ആണെങ്കിലും അതിനും ഒരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡാണ്. ലൈനിങ് വരുന്നുണ്ട്. ഒക്കെ ആ സെയിം കളറിൽ തന്നെയാണ് ലൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ബൾക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്കും കാണിച്ചു തരുന്നതായിരിക്കും മുകളില്. അപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇനി സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ അങ്ങനെ. ഇത് ഒരു വേറെ സൈഡ്സിലിട്ട് ആണ്. സെയിം ഫാബ്രിക് ആണ്. അത് രണ്ടും സെയിം ഫാബ്രിക് ആണ്. അത് ഫ്രോക്ക് ആയിരുന്നു. സൈഡ് സ്ലിറ്റ് ആണ്. സെന്ററിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റിംഗിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെന്റർ ഫ്ലീറ്റിൽ ഒരു മോഡൽ ഉണ്ട്. നടുക്കിലെ ഒരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ്, അതും കറക്റ്റ് ആ ഒരു അയേൺ ചെയ്ത് കറക്റ്റ് പക്ക സ്റ്റിച്ചിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. വർക്കൊക്കെ സ്ട്രെയിറ്റ് കുർത്തിയാണ്. ലൈനിങ് അടക്കമാണ് വരുന്നത്. ഇതിൽ 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ 3 ഷെയ്ഡ് വരുന്നത്. നല്ല ഷെയ്ഡാണ്. 3 തോന്നുന്നുണ്ട്. എനിക്ക് 4 ഷെയ്ഡായിട്ട് കണ്ടതാ. ഇവിടെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അടുത്തേക്ക് വരികയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. അടിപൊളി കളേഴ്സ് ഒക്കെ നല്ല ഫ്ലീറ്റ് ഒക്കെ നല്ല പക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് 4 ഷെയ്ഡ് വരുന്നത്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇരിക്കുന്നതൊക്കെ എന്താ സംഭവം? പാൻസാ? ഇത് നമ്മുടെ ചുടി ബോട്ടം ആണ്. അതും സെയിലുണ്ടോ? ചുടി ബോട്ടമും സെയിലുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ചുടി ബോട്ടമിന്റെ സൈസും ഒന്ന് കാണിച്ചു തരാം. ചുടി ബോട്ടം സെപ്പറേറ്റ് വെക്കുന്നുണ്ട് അല്ലേ? മറ്റേത് ഇപ്പോഴെന്ന് പറയുമ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ അത് കിട്ടുന്നുണ്ട്, ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഇതിന്റെ സൈസും ലെങ്തും. ഇത് ഇവിടെ അടിയിൽ ഇങ്ങനെ ചുരിയായിട്ട് ഇങ്ങനെ കിടക്കും. കുറച്ച് ലെങ്ത് ഇങ്ങനെ ചുരിയായിട്ട് കിടക്കും. ആൻഡ് ഇവിടെ ഡബിൾ മേനി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൽ, ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. അപ്പോൾ ഒന്ന് അടിയിലോട്ട് ഫ്ലോറിൽ ഇരിക്കാനാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. വാക്കിങ്ങിനാണെങ്കിലും ഒരു ഡബിൾ കംഫർട്ട് മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടി ഡബിൾ മേനി സ്റ്റിച്ചിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ സ്റ്റിച്ചിങ് അപ്പൊ നല്ല വിരിവോട് കൂടിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനോ നടക്കാനോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ ഇതിൽ നമുക്ക് എത്ര കളേഴ്സ് വേണം, ഓൾ കളേഴ്സ് are there in stock. Okay, all colors. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും it is ready in stock. അപ്പൊ അതിൽ 5 പീസ് ആയിരിക്കും അല്ലേ? ഈ ഒരു എണ്ണത്തിൽ 5 പീസ് ആയിരിക്കും. 5 പീസ് ഉണ്ട്. ഇതിൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ ഒരു 3 പീസ് മാത്രം മതി, 2 പീസ് മാത്രം മതി ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ബോട്ടമിൽ നമ്മൾ തരും. അതില്ലാണ്ട് നമ്മൾക്ക് ബോട്ടംസിൽ ലെഗിങ്സും കൂടി ഉണ്ട്. ലെഗിങ്സ് ഉണ്ട്, സിഗരറ്റ് പാൻസ് ഉണ്ട്. ബോട്ടം വെയറും വെക്കുന്നുണ്ടല്ലോ. ബോട്ടം വെയറും വെക്കുന്നുണ്ട്. ഇതാണ് ലെഗിങ്സ്. ഇത് കാപ്രിയാന്ന് തോന്നുന്നുണ്ട്. യെസ്, ഇത് ആങ്കിൾ ലെങ്ത് ആണ് കേട്ടോ. ആങ്കിൾ ലെങ്ത് ലെഗിൻസ് ആണ്. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് വരുന്നുണ്ട്, ചുരി ലെഗിൻസ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് സിഗാർ പാൻസ് വരുന്നുണ്ട്. അങ്ങനെ ബോട്ടം വെയറിന്റെ എല്ലാം വിധം. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടി അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഒരു വേറെ ദിവസം സ്കെഡ്യൂൾ ആക്കും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു കുർത്തി കൂടി നോക്കാം. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് യൂട്യൂബ്, ഇൻസ്റ്റാ ചാനൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഉണ്ട്. അത് മാമായിട്ട് ഷെയർ ആക്കാം. ഓക്കെ, അപ്പൊ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ്സ്, എല്ലാം അപ്ഡേറ്റ്സ് അവിടെ ഡെയിലി ബേസിസിൽ. അപ്പൊ ഇത് നോക്കിയ ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി വർക്ക് ആണ്. കോട്ടൺ ബേസ്മേ ഒരു വീനെക്ക് പാറ്റേൺ ആണ് വിത്ത് ബോൾസ് കൊടുത്തിട്ട് സൈഡിൽ പഫ് കൈ ആണ്. സെയിം ടോൺ ടു ടോൺ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ആ സെയിം കളറും സെയിം ടോണിലാണ് ത്രെഡ് വർക്ക് വന്നിരിക്കുന്നത്. അതിന് 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. കളച്ചാട്ടൊന്നും പറയാനില്ല, ഭയങ്കര ഒരു സൂപ്പർ കളച്ചാട്ടായിരുന്നു. അതെ, നല്ല കളേഴ്സ് ആണ്. ഒക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് എല്ലാതും. ഒന്നിലൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് കേട്ടോ. പിന്നെ ഒക്കെ അത് സെയിം അതിനോട് കൂടിയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയില്ല, മുകളിലേക്ക് പോകാം. കാരണം ഇവിടെ തന്നെ നിന്ന് പോയി ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇത്ര സമയം എടുത്തു. അപ്പൊ ഇനി മുകളിൽ നിറയെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി കാണിക്കുകയാണെങ്കിൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പോവാം.
വരും. നേരത്തെ പറഞ്ഞ ധമാക്കയാണ് കേട്ടോ. ഈ ഒരു ഫുൾ സെക്കൻഡ് ഫ്ലോറിൽ നിറയെ കളക്ഷൻസ് ആണ് ഇരിക്കണത്. അപ്പൊ എല്ലാവരും ദുർഗ ടെക്സ്റ്റൈൽസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഓടി വരേണ്ടത് സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. മൊത്തം കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? മെജോറിറ്റി വെറൈറ്റി ഇവിടാണ്, നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് വെക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കുർത്തീസ് ആണോ മെയിൻ ആയിട്ട് ഇവിടെ? അപ്പൊ എല്ലായിടത്തും കുർത്തീസ് ആണ്. ഇവിടുത്തെ കുർത്തീസിന്റെ എന്താ പ്രത്യേകത? സെക്കൻഡ് ഫ്ലോറിന്റെ കുർത്തീസ് മാത്രമാണോ ചോദിക്കുന്നത്? സെക്കൻഡ് ഫ്ലോറിന്റെ കുർത്തീസ് പറഞ്ഞാൽ ഇവിടെ ഒരു മോഡൽ ഒരു കോൺസെപ്റ്റിൽ തന്നെ 10 വെറൈറ്റി കാണിക്കാൻ പറ്റും. ഇപ്പൊ ഇതാണെങ്കിൽ ഇത് ഒരു കോട്ടന്റെ സെക്ഷൻ മാത്രമാണ്. ഇതിൽ തന്നെ ഒരു 25 കോട്ടന്റെ നമ്മൾക്ക് ഒരു ഡിസൈൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു സെക്ഷൻ ഞാൻ ഈ നിൽക്കണ ഈ സൈഡ് മൊത്തം കോട്ടൺ ആണ്. ഫുൾ ഇത് നമ്മുടെ കോട്ടൺ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ കോട്ടൺ ആവശ്യമുള്ളവർ ഈ സൈഡിലേക്ക് വന്നാൽ മതി. കോട്ടന്റെ ആൾക്കാർ ഈ സൈഡ് പോകും. അപ്പൊ എന്താ പറയാ, ജോർജറ്റ് വേണമെന്ന് വെച്ചാൽ ആ സൈഡ്, റയോൺ വേണമെന്ന് വെച്ചാൽ ആ സൈഡ് വേണമെങ്കിൽ ആ സൈഡ് ഉണ്ട്. ആൻഡ് കുറച്ചുകൂടി ഫ്രോക്ക് മോഡൽ വേണമെങ്കിൽ നമ്മുടെ ആ ഒരു റൈറ്റ് മോസ്റ്റ് കോർണറിലാണ് നമ്മൾ ഫ്രോക്ക് മോഡൽസ് എല്ലാം വെക്കുന്നത്. ഓക്കെ, ആ സൈഡ് അല്ലേ? ബേസിക്കലി മിക്സ് ഓഫ് ഓൾ. ഇതൊരു ബിരിയാണിയാണ്, ഇവിടെ എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കോട്ടൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതില് നമ്മളുടെ ഒരു ഇതാണ് നമ്മുടെ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് മോഡൽ കോളർ ടൈപ്പ് ആണ്. ഇപ്പൊ കോളേജ് തുടങ്ങുന്നുണ്ട്, അപ്പൊ ഈ ടീനേജ് സ്റ്റുഡൻസ് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഷോ ബട്ടൺ ഇല്ല, ഇത് ഓപ്പൺ ബട്ടൺ കുർത്തിയാണ്. വിത്തൗട്ട് എനി എഫേർട്ട് ഇത് നമുക്ക് ബോട്ടം വരെ ഓപ്പൺ ആക്കാൻ പറ്റും. ഫുൾ ഓപ്പൺ കുർത്തിയാണ്. വിത്തൗട്ട് എനി എഫേർട്ട്, ഈസി ടു ക്ലോസ് കുർത്തിയാണ്. പിന്നെ ലൈനിങ് അടക്കമാണ് കേട്ടോ, അതും കോട്ടന്റെ ലൈനിങ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് കോട്ടന്റെ ലൈനിങ്, പ്യുവർ കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഡാർക്ക് കളർ ചാർട്ട്. മെറൂൺ, റസ്റ്റി, ബ്ലാക്ക്, നേവി ബ്ലൂ. ഇതാ ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നത്. ഇത് കോട്ടന്റെ ആണ്, കോളറിന്റെ നെക്ക് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ എ ലൈൻ കുർത്തിയാണ് ഇത് വരുന്നത് കേട്ടോ. കോളേജ് ഗോയിങ്, ഓഫീസ്, അങ്ങനത്തെ പർപ്പസിനൊക്കെ അടിപൊളിയായിരിക്കും. അജ്രക്കില് കുറെ ആൾക്കാർക്ക് ഹാൻഡ് വർക്ക് പ്രിഫറൻസ് ആയിട്ടില്ല, അവർക്ക് ഹാൻഡ് വർക്ക് വേണ്ട. അപ്പൊ ആ ടൈപ്പ് ആൾക്കാർക്ക് ഡെയിലി വെയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് പറയുമ്പോൾ മെഷീനിലിട്ട് പെട്ടെന്ന് വാഷ് ചെയ്ത് എടുക്കാനും ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും ചെയ്യും കേട്ടോ. അപ്പൊ ഇതിൽ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് സൈസ് നമുക്ക് S മുതലുണ്ട്, S, M, L, XL 4 സൈസ് ഉണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ വരുമ്പോൾ പിന്നെ കോട്ടന്റെ സോഫ്റ്റ് കോട്ടൺ ഹാൻഡ് വർക്കിലോട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് സോഫ്റ്റ് കോട്ടൺ ഹാൻഡ് വർക്കിലോട്ട് വരുമ്പോൾ അപ്പൊ ഇതിലും 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതിലും 4 കളേഴ്സ് ആണ്. ഇതിപ്പോ കാണിക്കുന്ന ഒരു ഡസ്കി ബിസ്ക്കറ്റ് ഷെയ്ഡ് ആണ്. ഇതിലും ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറിയ അതുപോലെ തന്നെ ഒറിജിനൽ മിറർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒറിജിനൽ മിറർ, മീഡിയം ഷെയ്ഡ് ആണ്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട് വരുന്നത്. ഓക്കെ, സോഫ്റ്റ് മെറ്റീരിയൽ ആണല്ലേ ഇത്? ഭയങ്കര സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 ഫുൾ സെറ്റ് എടുക്കണം എന്ന് നിർബന്ധമുണ്ട്. സൈസ് സെയിം ആയിരിക്കും. കളർ എടുക്കുന്ന നിർബന്ധമാണ്. സൈസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വിളിച്ചു ചോദിച്ചു. കാരണം ഓരോന്നിനും ഓരോ കടകൾക്കും ഓരോ പ്രത്യേകത ഉണ്ട്. അതെ, അപ്പൊ അത് നിങ്ങൾ വിളിച്ചു ചോദിക്കുക. കാരണം കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം കോട്ടന്റെ കളക്ഷൻസ് ആണ്. ഇതിപ്പോ 3XL ആണ്. 3XL ആണ്. ഇത് കോട്ടണിൽ തന്നെ ഒരു വേറെ കോൺസെപ്റ്റ് ആണ്. ഇത് നമ്മുടെ കാഥ വിത്ത് ലൈൻസ് ഉള്ള ഒരു പാറ്റേൺ വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ളത് അല്ലേ? 3XL സൈസ് ആണ് കേട്ടോ ഇത് വരുന്നത്. 3XL സൈസ് ആണ്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. ഇത്ര കളർ ഓപ്ഷൻസ് ഇതാ. These are the 4 കളേഴ്സ് വരുന്നത്. അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഒന്നിലൊന്നും മെച്ചമുള്ള കളേഴ്സ് ആണ്. ലേഡീസ് എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിലായി പോകും. അങ്ങനത്തെ കളേഴ്സ് ആണ്. അങ്ങനെ ഒരെണ്ണം മാറ്റി വെക്കാൻ പറ്റിയ കളർ അങ്ങനെയൊന്നും കളർ വെച്ച കസ്റ്റമർ റിപ്പീറ്റ് ആയിട്ട് വരില്ലല്ലോ. അല്ല ഞാൻ പറയുന്നത് ഈ ഫ്ലോറസൻ കളർ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്നൊക്കെ പറയുമ്പോൾ റയർ കളർ അല്ല, എന്ന കോമൺ കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറും കൂടിയാണ്. മെയിൻലി നമ്മുടെ മെയിൻ കേരള കളേഴ്സിൽ മാത്രം സ്പെസിഫിക് കേരള കളർ ചാർട്ട്, ആ ഒരു കളർ ചാർട്ടിൽ മാത്രം നമ്മൾ കുർത്തീസ് ഉണ്ടാക്കാറുള്ളൂ. ഇത് ഒരു സെയിം നമ്മുടെ നെക്സ്റ്റ് മോഡലാണ്. ആദ്യം കാണിച്ച് അത് ഓപ്പൺ കുർത്തിയായിരുന്നു. ഇത് ഷോ ബട്ടന്റെ കൂടി ഒരു 2 കോൺസെപ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഓപ്പണബിളും ഉണ്ട്, അത് ഓപ്പൺ അല്ലാത്തതും ഉണ്ട്. രണ്ടും കോളർ നെക്ക് വരുന്ന കുർത്തിയാണ്. ഇത് എ ലൈൻ്റെ കുർത്തിയാണ്. ഫുൾ അജ്രക്കിന്റെ പ്രിന്റിൽ വരുന്നത് കേട്ടോ. പിന്നെ ലൈനിങ് നല്ല പക്ക ക്വാളിറ്റി ആണെന്നുള്ളത് നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ആ തൊടുമ്പോൾ ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിനുള്ളിൽ കോട്ടൻ്റെ നല്ല ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലയിടത്തൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വിടാം. അപ്പോൾ ഇതാ കോട്ടൺ അടിപൊളി
ലൈനിങ്ങിന്റെ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ ഇതിൽ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. ഏതൊക്കെ ഷെയ്ഡാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അടുത്തത് ഇത് ഇതൊന്ന് കാണിച്ചെന്നേ. ഇത് നമ്മുടെ അജ്രക്ക് കോൺസെപ്റ്റ് ആണ്. അജ്രക്കിൽ ഹാൻഡ് വർക്ക് വരുന്നത് അല്ലേ? അതിന്റെ 2 കളർ ഷെയ്ഡ്. ഹാൻഡ് വർക്കിൽ സൈഡ് സ്ലിറ്റ് മോഡലാണ്. ഇതിന്റെ കളർ ചാർട്ടും ഒരു ഡാർക്ക് പാരഡി ആണ്. ഇത് ബ്ലാക്ക്. ഇത്രയും കളേഴ്സ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇത്രയും 4 കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ്. ഒറിജിനൽ മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സ്. പിന്നെ വരുന്നത് ഇതൊരു സോഫ്റ്റ് കോട്ടണിൽ ഒരു വേറെ ഹാൻഡ് വർക്ക് ആയിരുന്നു. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. കോട്ടണിൽ തന്നെ കുറേ ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. കോട്ടൺ 365 ഡേയ്സ് ഒരു സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. നമ്മൾക്ക് ഇപ്പോൾ റെയിനി സീസൺ ആയാലും ടുവേർഡ്സ് ദി നമ്മുടെ ഡിസംബറിൻ്റെ അടുത്തായാലും എപ്പോൾ ആയാലും കോട്ടൺ ഒരു 365 ഡേയ്സ് നമുക്കൊരു ഹെവി റെഗുലർ റിപ്പീറ്റ് ഒരു ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ്. അതെ. അപ്പോൾ കോട്ടൺ നമുക്ക് വെറൈറ്റി ഉണ്ടാവും. പിന്നെ ചില ലേഡീസ് പറയുമ്പോൾ കോട്ടൺ മാത്രം പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് അത് മാത്രം സ്കിന്നിൽ ഫിറ്റ് ആവുള്ളൂ. ചില വേറെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ സ്കിൻ റാഷസ് വരും. ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് മൂവിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതിൽ ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്, ഹാൻഡ് വർക്ക് ഇല്ലാത്തത് വരുന്നുണ്ട്, ഹാൻഡ് വർക്ക് ഇല്ലാത്തതും വരുന്നുണ്ട്, അങ്ങനെ ഓപ്പൺ കുർത്തി വരുന്നുണ്ട്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതും ഒരു വേറെ കോൺസെപ്റ്റ് ഓഫ് ഹാൻഡ് വർക്ക് ആണ്. അപ്പൊ ഇതിൽ പല രീതിയുടെ ഹാൻഡ് വർക്ക് വരും. പല രീതിയിൽ നമ്മൾ കളർ ചാർട്ട് മുന്നേ ഉപയോഗിക്കും. ഇത് അഗൈൻ മോർ ഓൺ ടു ഒരു പേസ്റ്റൽ ചാർട്ടാണ്. ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ 4 കളർ ഏതെടുത്താലും അതിലൊരു 4-5 കളർ ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും. 4 കളേഴ്സ് മോസ്റ്റ്ലി 90% 4 കളേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ. ചില സമയത്ത് 3 കളേഴ്സും നമ്മൾ ചെയ്യാറുണ്ട്, 2 കളേഴ്സും ചെയ്യണ മോഡൽസ് ഉണ്ട്. ഓക്കെ. അത് ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും. പിന്നെ ഇത് കൂടാണ്ട് ഈ അടിയിലിരിക്കുന്ന സംഭവം ഇതെന്താ നല്ല അടിപൊളിയായിട്ട് ഇത് കുറെ നേരം എന്റെ കണ്ണ് ഇത് മിക്ക്. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ജോർജറ്റ്. ഇത് സൂപ്പർ പ്രീമിയം ജോർജറ്റ് പറയും. ജോർജറ്റിൽ ഒരു കുറച്ച് ഹയർ എൻഡ് ക്വാളിറ്റി ഓഫ് ജോർജറ്റ് ആണ്. ആൻഡ് സംഭവം ഒരു ആലിയയുടെ ഇതാണ്, ബട്ട് ഇറ്റ്സ് എ ഹാൻഡ് വർക്ക് മോഡൽ ആൻഡ് ഒരു യൂണിഫോം ഫ്ലീറ്റ് ആയിട്ട് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. സൂപ്പർ ആണ്. മെറ്റീരിയൽ വൈസ് പെർഫെക്റ്റ്. അതുപോലെ ബ്ലാക്കിൽ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ ഫിനിഷിങ് അടിപൊളിയാണ് കേട്ടോ. അടിയിലത്തെ ഫിനിഷിങ്ങും എല്ലാം കൊണ്ട് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. മറ്റേന്ന് പറയുമ്പോൾ നല്ല വീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് അടിയിലത്തെ വർക്കൊക്കെ വരിക. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈസ് എങ്ങനെയാണെന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഉള്ളത് ഇതും ഒരു വേറെ ഹാൻഡ് വർക്കിന്റെ കോൺസെപ്റ്റ് ആണ്. എ ലൈനിൽ അല്ലേ? എ ലൈനിൽ. അപ്പോൾ ഇതാണ് ഒരു 1 സൈഡ് ട്രീ ഹാൻഡ് വർക്ക് ഒരു കോൺസെപ്റ്റ് ആണ്. ജോർജറ്റിന്റെ മെറ്റീരിയൽ. അങ്ങനെ ഹാൻഡ് വർക്ക് ഉള്ളതും ഇല്ലാത്തതായിട്ട് വേണ്ടത് കാണാൻ പറ്റും കേട്ടോ. വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കാണാം. നമ്മുടെ കുറച്ചുകൂടി ഒരു പ്രീമിയം കോട്ടണിൽ ഓൾട്ടർനേറ്റ് കോൺട്രാസ്റ്റ് പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കോൺസെപ്റ്റ്. കോട്ടണിൽ തന്നെ അല്ലേ? കോട്ടണിൽ തന്നെ. ഇതില് ബോൾ കുർത്തി പറയും. അപ്പൊ ഈ ഒരു ഹാൻഡ് വർക്കിന്റെ കളർ കോൺട്രാസ്റ്റിന്റെ തന്നെ ഇവിടെ ബോൾ പാറ്റേൺ നമ്മൾ ഒന്ന് സെറ്റ് ആക്കും. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഒരു ബക്കറ്റ് നെക്ക് ആണ് ഈ മോഡലിന്റെ പേര്. ഈ നെക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് അല്ലേ? കറക്റ്റ്. ആൻഡ് ഇത് ഒരു എ ലൈൻ മോഡലാണ്. എ ലൈൻ മോഡൽ. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ട്രെൻഡിങ് മോഡലാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇതില് ഫ്രോക്കിന്റെ മോഡലാണല്ലേ? ചെക്സ് ബുട്ടി ജോർജറ്റ് ആണ് ഫാബ്രിക് ഇതിൽ യൂസ് ചെയ്തത്. ആൻഡ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫ്ലവറിന്റെ ഒരു ഹാൻഡ് വർക്ക് കോൺസെപ്റ്റ് ആണ് ഇതിൽ ഇംബൈബ് ചെയ്തത്. ഫ്രോക്ക് മോഡലാണ് വിത്ത് വല്യുണ്ട്. ഡ്രോസ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഇത് കാണിച്ചത് മാത്രം. ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇനി ഇവിടുത്തെ കോട്ടൺ ഇനിയും കാണിക്കാൻ കുറച്ചുണ്ട്. അതൊന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് കുറച്ച് വേറെ സ്പെസിഫിക് വെറൈറ്റീസ് ഉണ്ട്. ഇതാണ് ചിക്കനിൽ കോട്ടൺ. ചിക്കൻ കറി വർക്കില് വൈറ്റ് ഷെയ്ഡ് അല്ല, ഒരു ഗ്രേ ഷെയ്ഡ്, ഗ്രേഷ് സിൽവർ ഷെയ്ഡ് ആണ്. അതില് ഫുൾ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഫുൾ ഇതിൽ ആക്ച്വലി 4 കളേഴ്സ് ഉണ്ടായി. പിന്നെ ബാക്കിയെല്ലാം കളേഴ്സ് തീർന്നു പോയതാണ്. ഇപ്പൊ ഈ കളർ ആണ് ബാക്കി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. കസ്റ്റമേഴ്സ് വരുമ്പോ പെട്ടെന്ന് എടുത്തു പോവാണ്. ഇതൊരു കോൺസെപ്റ്റ് ആണ്. ഇത് പിന്നെ നമ്മുടെ ഒരു വേറെ കോൺസെപ്റ്റ് ആണ്. കോട്ടണിലെ ടൈ മോഡൽ. ടൈ മോഡലോ? സോ ഈ ഒരു പാച്ച് വരുന്നത് ഇതിനാണ് ടൈ മോഡൽ. ഈ പാച്ച് വർക്കിനാണ് ടൈ എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ടൈ മോഡൽ. അപ്പൊ ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് കേട്ടോ. അപ്പൊ അത് ഓരോരോ പാറ്റേണിന് ഓരോരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. കളർ അടിപൊളി കളേഴ്സ്. അതാ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഇത്ര 4 കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് ഇത് വരുന്നത്. പിന്നെ വരുന്ന കളക്ഷൻസ് വരുന്നത് ഇത് നമ്മുടെ ഒരു വൈറ്റില് ഓൺലി വൈറ്റ്. ഇതൊരു കോംബോ ഐറ്റം ടൈപ്പ് ആണ്. ഓൺലി വൈറ്റ് ആണ്. വൈറ്റില് പ്രിന്റ്. യെസ്, ലൈക്ക് സിംഗിൾ കളർ സിംഗിൾ ഡിസൈൻ.
3 സൈസ് വരും. 3 സൈസ്, സെയിം പാറ്റേൺ, സെയിം കളർ, എല്ലാം സെയിം ആയിരിക്കും. സൈസസ് വ്യത്യാസമായിട്ട് വരും. സൈസിൽ മാത്രം വ്യത്യാസം. ഓക്കെ, ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു മൾട്ടി കളർ പ്രിന്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെന്റ് ഒക്കേഷൻസ്. ഏത് ബോട്ടം വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് കളർ വേണമെങ്കിൽ കുറെ കളേഴ്സ് ഉണ്ടല്ലോ. ഒരു ബോട്ടം വെച്ചിട്ട് ഒന്ന് കോൺട്രാസ്റ്റ് ആക്കാം. ഒരു ബോട്ടം അല്ല, എത്ര ബോട്ടംസ് മാറി മാറി ഇടാൻ പറ്റുമെന്ന് അറിയോ. അപ്പൊ അങ്ങനത്തെ വെറൈറ്റി, ഇതൊക്കെ കോട്ടണിലല്ലേ വെറൈറ്റികൾ. പിന്നെ അജ്രക്കിന്റെ ഒക്കെ അതും ഉണ്ട് കേട്ടോ. നമുക്ക് അജ്രക്ക് പിന്നെ എല്ലായിടത്തും നമ്മൾ അജ്രക്ക് സെക്ഷൻ ഇവിടെ തുടങ്ങും. ഇത് നമുക്ക് ഒരു ലാസ്റ്റ് 2 years ആയിട്ട് ഓൺ റിപ്പീറ്റ് സെയിം പ്രിന്റ് കസ്റ്റമേഴ്സ് ആർ പ്ലേസിംഗ് ഓർഡേഴ്സ്. ഈ ഒരു കോൺസെപ്റ്റില് സെയിം ടു സെയിം ഹാൻഡ് വർക്ക്, സെയിം ടു സെയിം പ്രിന്റ്, ഒരു വ്യത്യാസം ഇല്ലാണ്ട് ദിസ് മോഡൽ ഹസ് ബീൻ റിപ്പീറ്റഡ് ഫോർ ദ ലാസ്റ്റ് 3 years. നമ്മുടെ ഒരു എവർഗ്രീൻ ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാ കസ്റ്റമേഴ്സ് ഹോട്ട് സെല്ലിംഗ് നമ്മുടെ ഒരു എന്തോ രാശി ഐറ്റം പറഞ്ഞു ആ രീതി പറയാം. ഇത് നമുക്ക് ഒരു റിപ്പീറ്റ് ആയിട്ട് ഒരു ഹിറ്റ് ആയിട്ട് ഒരു ഡിസൈൻ പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റ് ആയിട്ട് 2 കൊല്ലമായിട്ട് ഇതന്നെ ആൾക്കാർ വന്ന് മേടിച്ചോണ്ടിരിക്കുക. പറഞ്ഞ നമ്മൾ പ്രൊഡക്ഷൻ നിർത്താൻ നോക്കിയാലും നിർത്താൻ പറ്റണില്ല. ഇതൊരു റെഗുലർലി ചെയ്യണ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ കളേഴ്സ്. അത് 3XL സൈസിന്റെ ആണ് നമ്മൾ കണ്ടത് കേട്ടോ. പിന്നെ അജ്രക്കിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കേറുന്നത് അജ്രക് ലോട്ടാണ്. അപ്പൊ ഇതാണ് അജ്രക്കിന്റെ ഫസ്റ്റ് മോഡൽ. അജ്രക് വിത്ത് കാഥ ആണ്. ഇതൊരു വീനെക്ക് പാറ്റേൺ ആണ്. വീനെക്കില് അജ്രക്കിന്റെ കാന്താര പ്രിന്റ് അല്ല വീവിംഗ് ആണ്. കാത്താടെ വീവിംഗ് ഉണ്ട്. വീവിംഗ് ആണ് കേട്ടോ. പിന്നെ സീക്വൻസ് വർക്ക് ഇടയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സീക്വൻസ് 0.5 mm അറിയേ പോലും ഇല്ല. ഭയങ്കരമായിട്ട് ഷൈനി ആയിട്ട് തോന്നില്ല. വോണ്ട് ബി ടു ഷൈനിങ്. പക്ഷെ നമുക്ക് ഒരു കോൺസെപ്റ്റ് ആണ്. അതില് 4 കളർ ഓപ്ഷൻസ് അല്ലേ. ഇതാണ് ഇതിന്റെ 4 കളേഴ്സ്. ഇതൊക്കെ അടിപൊളി ഷെയ്ഡുകളാട്ടോ. എല്ലാം നല്ല ഒരു മുന്തിരി ഷെയ്ഡ്, ഇതൊക്കെ അങ്ങനെ നല്ല ഷെയ്ഡുകളാട്ടോ ഒക്കെ വരുന്ന ഷെയ്ഡ്സ്. നെക്സ്റ്റ് നമ്മളുടെ അജ്രക്കില് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. അജ്രക്കിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ സെയിം പാറ്റേൺ ആണെന്ന് തോന്നുന്നു. സൈസ് ഡിഫറെന്റ് ആയിരിക്കും. യെസ്, ഇതില് ഇപ്പൊ ടോൺ ടു ടോൺ ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ മെറൂൺ കളറിന്റെ കുർത്തിയാണ്, മെറൂൺ കളറിന്റെ ഹാൻഡ് വർക്ക് ആണ്. അപ്പൊ അതിൽ നമുക്ക് 2 കളേഴ്സ് വരുന്നുണ്ട്. ഒന്ന് മെറൂൺ ആണ്, ഒന്ന് ഗ്രീൻ ആണ്. അങ്ങനെ 2 കളർ ഓപ്ഷൻസ് അല്ലേ. 2 കളേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് ഒരു ഡിസൈൻ ആണ്. പിന്നെ ഇതിന്റെ വർക്ക് ഒന്നുകൂടി കാണിക്കാണ്ട് നല്ല ഇത് പേള് വന്നിരിക്കുന്നത് ടോൺ ടു ടോണിലാണ് കേട്ടോ. പേളൊക്കെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഇത് അജ്രക്കില് തന്നെ ഒരു ലീഫ് പാറ്റേൺ ഡിസൈൻ ആണ്. ലീഫ് പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ്, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ലീഫിന്റെ പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. സ്ട്രൈറ്റ് കുർത്തി, സ്ട്രൈറ്റ് അല്ല എ ലൈനാണ് തോന്നുന്നത്. എ ലൈൻ മോഡലാണ്. പിന്നെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഫുൾ വർക്ക്. അതിൽ 2 കളേഴ്സ് ആണ്. ഇതില് ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്കും നല്ലതാ, ഗ്രീനും നല്ലതാ. ഒക്കെ ഒന്നിലൊന്നും മെച്ചം കളേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഇനി കോട്ടണില് നമ്മൾക്ക് ഇങ്ങനെ കുറച്ചുകൂടി വെറൈറ്റീസ് ഉണ്ട്. കോട്ടണില് നമ്മൾ അക്കോബ ചെയ്യാറുണ്ട്. കോട്ടണില് തന്നെ കോട്ടൺ ബേസ് ആണ്. ഇതില് 2 ഷെയ്ഡാണ് ഹക്കോബയില്. ഇതില് 3 ഷെയ്ഡ്സ് വരും. ഇതാണ് ഒരു കളറ്, ഇതൊരു കളറ്, മെറൂൺ ഷെയ്ഡ് ഉണ്ട്, ആൻഡ് ബ്ലൂ ഷെയ്ഡും കൂടി വരും. ബ്ലൂ ഷെയ്ഡ്, അങ്ങനെ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. 4 കളേഴ്സ്. അക്കോബ ആണ്. ഇതും ഒരു 365 ഡേയ്സ് റൗണ്ട് ഇയർ ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് കോൺസെപ്റ്റ് ആണ്. ചിക്കൻ കറി വർക്ക്, പിന്നെ കോട്ടൺ, ഇതൊക്കെ എപ്പോഴും ഗേൾസിന്റെ ഒരു റെഗുലർ ഒരു പോണ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. പിന്നെ ഇനി കോട്ടൺ ഇവിടെ കിടക്കുന്നത് ഇങ്ങനെ കോട്ടൺ ഇങ്ങോട്ട് വരുമ്പോൾ കോട്ടൺ തീരും. പക്ഷെ ഇങ്ങനെ തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മുകളിൽ കാണിക്കാം. ഇങ്ങനെ പല ഹാൻഡ് വർക്ക് കോട്ടണിലും ഉണ്ട്. അജ്രക്ക് ആവുമ്പോൾ അജ്രക്കില് പല ഡിസൈൻസ് ഉണ്ട്. ഇതൊരു കോൺസെപ്റ്റ് ആണ്. ഇതൊരു അജ്രക് മിക്സ്ഡ് വിത്ത് നമ്മൾ അജ്രക് വിത്ത് ഡിഫറെന്റ് ഫാബ്രിക്സ് ആയിട്ട് ഇംബൈബ് ആക്കിയിട്ട് നമ്മൾ അതിലും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് ഫുള്ള് നമുക്ക് കോട്ടന്റെ മാത്രം കളക്ഷൻസ് ആണ്. അതിൽ ഹാൻഡ് വർക്ക്സ് ഇല്ലാത്തത്, അങ്ങനെ പല തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ. നെക്സ്റ്റ് സെക്ഷൻ വരുമ്പോൾ ഇതാണ് നമ്മളുടെ 3 പീസ് സെക്ഷൻ. 3 പീസും ഉണ്ടല്ലേ. 3 പീസും കൂടി ഉണ്ട്. ഞാൻ കുർത്തീസും 2 പീസും മാത്രമാണെന്നാ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യം കാണിക്കുന്നതാണ് മൽമലിന്റെ ദുപ്പട്ട. ഇതാണ് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട വിത്ത് ഷോൾ. ഇതാ ഞാൻ വയ്ക്കാം. ഭംഗിയുണ്ടോ എന്ന് നോക്കണ്ടേ. ബാക്കിയുള്ളവരൊക്കെ പിന്നിൽ നിന്ന് ചിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ പല കളേഴ്സ് വരും. പല ഡിഫറെന്റ് ടൈപ്സിന്റെ ഡിസൈൻസ് ഉണ്ട്. ഇപ്പൊ ഇത് ഒരു കുറച്ച് അജ്രക് ബേസ് ഉള്ള ഒരു ഡിസൈൻ ആണ്. ഇത് വരുമ്പോ
ഫ്ലോറൽ ബേസ് ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ലീഫ് ബേസ് ഇതൊരു വേറെ ഡിസൈനാണ്. ഇങ്ങനെ ഒത്തിരി ഡിസൈൻസ് വരും ഇതിൽ. റെഗുലർലി ഡിസൈൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാത്തിലും വിത്ത് ദുപ്പട്ട ബോട്ട അടക്കമുണ്ട് കേട്ടോ. നമ്മൾ ടോപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ദുപ്പട്ട ആൻഡ് ഇതിൽ മാം നമുക്ക് ഒരു സെന്ററിൽ എംബ്രോയിഡറി മാൻഡേറ്ററി ആണ്. അപ്പൊ ഒരു എംബ്രോയിഡറി വർക്ക് ആയിട്ട് എന്തായാലും വരും. പിന്നെ അത് തന്നെ ഇതിന് കാട്ടും കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു മെറ്റീരിയൽ ആണിത്. ഈ ജയ്പൂർ കോട്ടൺ 60-60 കോട്ടൺ 60-60 കോട്ടൺ ആരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ 60-60 കോട്ടൺ. ടോപ്പ് കോട്ടൺ മെറ്റീരിയലിനാണ് 60-60 കോട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോട്ടൺ യൂസ് ചെയ്യണവർക്ക് അറിയാം. അതിൽ പലതരം കോട്ടൺസ് വരുന്നുണ്ട്. ജാം കോട്ടൺ ഉണ്ട്, ഫ്ലെക്സ് കോട്ടൺ ഉണ്ട്, 60 അങ്ങനെ പലതരം ഉണ്ട് കേട്ടോ. പാറ്റും ടോപ്പിൽ പെടുന്നതാണ് ഇത്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, പെട്ടെന്ന് കേടാവില്ല. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ ഒരു 60-60 കോട്ടണിൽ ടോപ്പ് ബോട്ടം വിത്ത്. അതിന്റെ ഇതൊക്കെ 60-60 ഇതെല്ലാം 60-60 തന്നെ പല പ്രിന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രിന്റ് അസംബിൾ ആക്കുന്നുണ്ട്. ഇതൊക്കെ 3 പീസിന്റെ ആണ് കേട്ടോ. ഇതെല്ലാം ഓൾ 3 പീസ് ആണ്. ഒക്കെ 3 പീസ് ആണ്. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട എല്ലാം അടക്കം വരുന്ന കളക്ഷൻസ് ആണ് ഇത്. കണ്ടോ. അപ്പൊ ഇതെല്ലാം ജയ്പൂർ കോട്ടന്റെ ഒരു പ്രിന്റ്സ് ആണ്. ഇപ്പൊ ഇതിലും 4 സൈസ് അങ്ങനെ എടുക്കണം അല്ല 4 സെറ്റിൽ എടുക്കണം. ഇതിൽ വരുമ്പോ സെയിം കോൺസെപ്റ്റ് ആണ്. ലൈക്ക് നമ്മൾക്ക് ഒരു ഡിസൈൻ ഒരു കളറിൽ തന്നെ 4 സൈസ് ഉണ്ട്. അപ്പൊ ആ സെറ്റ് എടുത്താൽ മതി. അപ്പൊ ഇത് ഫുൾ നമുക്ക് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഒരു 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഇതിപ്പോ ബക്രീദ് അടുത്തായിട്ട് വരുന്ന കാരണം ഒരു കുറച്ച് ലോങ് സ്ലീവ് പാറ്റേൺ ആണ്. ഇത് അടിപൊളിയാണല്ലോ. കുറച്ച് പാർട്ടി വെയർ കോൺസെപ്റ്റും കൂടി ആണ്. ആൻഡ് ഇതിന്റെ കളർ ചാർട്ട് ഇതാണ്. ചിക്കു, ബ്ലൂ, പിന്നെ ഒരു വയലറ്റ്. അടിപൊളി ഷെയ്ഡുകളാണല്ലോ. ഇത് ഈ ഡിസൈനിൽ വൈറ്റും കൂടി വരും. ഡിസൈൻസ് പിന്നെ വേറെ ഡിസൈൻസ് ഉണ്ട്. കോൺസെപ്റ്റ് സെയിം. ഓക്കെ. ഇതിലിപ്പോ 4 ഷെയ്ഡ് കേട്ടോ. ഇത് 4 ഷെയ്ഡ്. ഇത് ഇതിന്റെ തന്നെ ഒരു വേറെ പാറ്റേൺ ആണ്, വേറെ ഡിസൈൻ ആണ്. വേറെ ഡിസൈനില് അതില് രണ്ടും വ്യത്യാസം കോൺസെപ്റ്റ് സെയിം ആയിരിക്കും. സെയിം പാറ്റേൺ. ഡിസൈൻ മാറ്റം വരും. ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, കളർ ചാർട്ട് മാറിയിട്ടുണ്ട്. എല്ലാത്തിലും 4 ഷെയ്ഡ്. ഡാർക്ക് പിങ്ക്, ലാവെൻഡർ, പീച്ച്. ഇത് ഒരു ഷെയ്ഡാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പാർട്ടി വെയർ കോൺസെപ്റ്റ് ആയി. നമുക്കിപ്പോൾ ഫംഗ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ ഇത് നമ്മുടെ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് മോഡലാണ്. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിലും 4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. 4 ഷെയ്ഡ് സെയിം ഹാൻഡ് വർക്കിൽ വരുന്നത്. ചെറിയ ആ ഒരു ബീഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിൽ ജോർജറ്റിൽ തന്നെ തന്നെ കുറെ ഹാൻഡ് വർക്ക്സ് വരുന്നുണ്ട്. ജോർജറ്റ് ആണ് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ഒരു എൻക്വയറി കമ്പയർഡ് ടു അതർ ഫാബ്രിക്സ്. നമുക്ക് ഒരു മാക്സിമം എൻക്വയറി റിസീവ് ആവുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ആക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഹാൻഡ് വർക്കിൽ 3 കളർ ഓപ്ഷൻസ്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. അപ്പൊ ഇതിന്റെ കളർ ചാർട്ട് മുന്നേ നോട്ടീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഒരു നമ്മളുടെ നേവി ബ്ലൂ, ബോട്ടിൽ ഗ്രീൻ, മെറൂൺ, വൈൻ, 4-5 മെയിൻ ഫാസ്റ്റ് മൂവിങ് കളേഴ്സ് ആണ്. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ മൊത്തം എല്ലാം ഒരു ഫോക്കസ് ആയിട്ട് നോക്കിയാൽ മെജോറിറ്റി ഡിസൈൻസിൽ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കൂടുതൽ ആക്കുന്നത്. ഓൾസോ വൺ മോർ ഒരു കോൺസെപ്റ്റ് നമ്മളൊന്ന് ഫോക്കസ് ആക്കണത്. അപ്പോൾ ചില കുർത്തീസിൽ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ആ ബ്ലാക്ക് കളറില്ല, അതിന്റെ അടിയിലത്തെ വർക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് സാധാരണ എല്ലാരും ഇങ്ങനെ മടക്കി ഇങ്ങനെ മെൻസിന്റെ ടീഷർട്ട് ആവുമ്പോൾ ഇവിടെ ഒരു ഫോൾഡ് ആക്കി ഹാം പറയും ഈ കോൺസെപ്റ്റിന്. അപ്പൊ ഇങ്ങനെ തയ്ച്ചു വിടും. അപ്പൊ ക്ലിയർലി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഒരു എൻഡിങ് എങ്ങനെയാണ്. പക്ഷെ ഈ കുർത്തിയിൽ ഇൻഫിനിറ്റി പീക്കോ ലൈനിങ് ആണ് ഈ ഒരു സ്റ്റിച്ചിങ് കോൺസെപ്റ്റ്. അപ്പൊ അടിയിലത്തെ ഫോൾഡ് ഒന്നും കാണാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി കുർത്തി തീരും. അപ്പൊ അതിന്റെ ഒരു ക്ലോത്ത് വേസ്റ്റ് ആവുന്നില്ല, എന്നാൽ പെർഫെക്ഷൻ കൂടുതലും നിൽക്കും. നല്ല ഭംഗിയോടെ ക്ലിയർലി ആ ഒരു ഫിനിഷിങ്ങോട് കൂടി കിട്ടും ചെയ്യും. മറ്റേതാകുമ്പോൾ മടക്കി നമ്മൾ തയ്ക്കുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിങ്ങിനും കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ അടുത്ത നോക്കണം, അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇത് ഒരു സിംഗിൾ കളർ കോൺസെപ്റ്റ് ആണ്. ഇത് പോപ്കോൺ തുണിയാണ് ആൻഡ് അതിൽ ഹാൻഡ് വർക്ക് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഭയങ്കര ഒരു ഡിമാൻഡാണ്. എക്സ്പെക്റ്റഡ് ലോണും ഇതിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻക്വയറി കമ്മിങ് പല ആൾക്കാരിന്. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റായിട്ട്
വരും. അപ്പൊ ഇതിൽ നമുക്ക് ഏത് സൈസ് വേണ്ടത് അത് എടുത്താൽ മതി. ഓക്കെ, സൈസ് എല്ലാം എടുക്കേണ്ടി വരും. സിംഗിൾ ഡിസൈൻ ആണ്, അപ്പൊ വേറെ കളറൊന്നും ഇല്ല, ചൂസ് ചെയ്യാനായിട്ടില്ല എന്നല്ല. അപ്പൊ ഓരോരോ ഇതിനും വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൽ തന്നെ ഒരു വൈറ്റ് ബേസിൽ തന്നെ വേറെ ഒരു ഹാൻഡ് വർക്കിന്റെ ഇതാണ്. ഇത് ഒരു കളറാണ്, ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ സെയിം ടു സെയിം ഡിസൈനിൽ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. വൈറ്റ്, അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് അത് മിറർ വർക്ക്, ഒറിജിനൽ മിറർ വർക്ക് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് അക്കോർഡിംഗ് ടു ബക്രീദ് ഇസ് ക്ലോസ് ബൈ. അപ്പോൾ ഇത് ബക്രീദിന് വേണ്ടി ഒരു ഇറക്കിയ കോൺസെപ്റ്റ് ആണ്. നടുക്കിൽ ഫുൾ വർക്ക് കേട്ടോ, ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ വർക്ക്, ത്രെഡ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എടുത്ത് കാണിക്കും, നല്ല ഫിനിഷിംഗ്. ഇതൊരു ലോങ് ഡീറ്റെയിൽ വർക്ക് ആണ്, ലെഫ്റ്റും റൈറ്റിലും ഫുൾ വർക്ക് ആണ്. അതായത് ചെറിയ ചെറിയ ബൂട്ട വർക്ക് ഒക്കെ മോർ ഓഫ് ഒരു ത്രെഡ് വർക്ക് കോൺസെപ്റ്റ് ആണ്. ഇതില് ഫ്ലാഷിനെസ് അങ്ങനെ അധികം സീക്വൻസ് ഇട്ടിട്ടില്ല, മോർ ഓഫ് ഒരു ത്രെഡിലാണ്. ആൻഡ് ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. പിന്നെ അത് കൂടാണ്ട് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കളർ ഓപ്ഷൻസും ഉണ്ട്. ഇനി അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് കളക്ഷൻസ് കാണിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിന്നാലും കഴിയില്ല, അത്ര അധികം കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് കാണിക്കാനായിട്ട്. പിന്നെ വരുന്നത് ഇതൊരു ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. ഓക്കെ, പക്ഷെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓവർകോട്ട് ജാക്കറ്റ് മോഡൽ എ ലൈൻ കുർത്തിയാണ് കേട്ടോ ഇത് വരുന്നത്. കുർത്തി മാത്രമാണ്, ബോട്ടം വേണമെങ്കിൽ താഴത്ത് വേറെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓവർകോട്ട് അറ്റാച്ച് മോഡൽ കൂടുതൽ അടിക്കുന്ന കാരണം ഇറ്റ്സ് ഈസി, നമ്മൾക്ക് കാണിക്കാനും സൗകര്യമാണ്. അപ്പോൾ നമ്മളുടെ വരുന്ന ഹോൾസെയിലറും റീറ്റെയിൽ കസ്റ്റമേഴ്സിന് അവർക്കും കൂടി കാണിക്കാൻ കുറച്ചുകൂടി സൗകര്യമാണ്. അപ്പോൾ പക്ഷെ നമുക്ക് ഇതിലൊരു മേക്ക് ടു ഓർഡർ വന്നാക്കി ഇത് ഡിഫറെന്റ് ഡിറ്റാച്ചബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു തരും. പക്ഷെ കൂടുതൽ നമ്മൾ ചെയ്യണത് അറ്റാച്ചബിൾ ഒരു എളുപ്പമുണ്ടെന്നല്ലേ. കറക്റ്റ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ഇത് സ്പെസിഫിക് ഒരു മോർ ഓഫ് ഒരു മൂവ്മെന്റ് കോട്ടൺ സ്ലബാണ്. കോട്ടൺ സ്ലബിൽ ഹാൻഡ് വർക്ക്. ഇത് മോർ ഓഫ് ഹിന്ദു കസ്റ്റമേഴ്സ് പ്രിഫർ ദിസ് മോർ. ഓക്കെ. അപ്പൊ ഇത് ഒരു ഹിന്ദു ബേസ്ഡ് കോൺസെൻട്രേറ്റഡ് ഏരിയസിൽ ഇത് കുറച്ച് കൂടുതലാണ്. 365 ഡേയ്സ് റൗണ്ട് ദ ഇയർ പോണ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് ഒക്കെ നോക്കിയാൽ നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്ന. വർക്ക് ഉണ്ടോ, അടിപൊളി വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതില് 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിലും ഇങ്ങനെ 3 കളേഴ്സ് ആണ്. 3 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഈ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫിനിഷിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇതിൽ ഹാൻഡ് വർക്ക് വേറെ ആയിട്ട് വരുന്ന പല കോൺസെപ്റ്റ് വരും. അപ്പൊ ഇതൊരു വേറെ ഡിസൈൻ ആണ്, ഇതിലൊരു വേറെ കളച്ചാട്ടാണ്, ഇതിലും ഒരു വേറെ കളച്ചാട്ടോ. ഓൾസോ ഓൾ ഹാൻഡ് വർക്ക് ഡിസൈൻസ് സെയിം റേറ്റ്. ഓൾ ഡിസൈൻ സെയിം റേറ്റ്. സോ റേറ്റ് എത്രയാണെന്ന് നമ്മൾ പറയുന്നില്ല, റേറ്റ് ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി, കാരണം ഇത് ഹോൾസെയിൽ ആണ്. എന്തായാലും ഇത്ര ഉറപ്പാണ്, 199 ആണ് സ്റ്റാർട്ടിങ്. അത് 500 600 ഉള്ളിലുള്ള കളക്ഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഹാൻഡ് വർക്കിന്റെ ഇത്ര കളേഴ്സ്, ഇതൊക്കെ നല്ല നല്ല ഫിനിഷിംഗ് കൊടുക്കും, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ. അപ്പോൾ ഇതിൽ അടുത്ത കളർ ഇത് കണ്ടോ, നല്ല രസമായിട്ടുണ്ട് കേട്ടോ, ഓരോരോ വർക്കും അടിപൊളി കേട്ടോ. അപ്പൊ ഇനി അടുത്തേക്ക് കടന്നാലോ. അടുത്ത് ഇതാണ് നമ്മുടെ ഫീഡിങ്ങിന്റെ സെക്ഷൻ. മെറ്റേണിറ്റി വേറെ ഉണ്ടോ? ഓ അടിപൊളി അടിപൊളി. അപ്പൊ ഇതില് റെഗുലർലി പല മോഡൽ തയ്ക്കാറുണ്ട്. ഇതൊരു കുറച്ച് സിമ്പിൾ ലൈറ്റ് ബേസ്ഡ് ഒരു ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കാരണം കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയത്തും കുട്ടിയുടെ കംഫർട്ടബിൾ, അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ തുണിയും നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ ഇതിൽ കളർ ഓപ്ഷൻസ് ഇതാ ഇത്ര വരുന്നുണ്ട്. 4 കളർ ഓപ്ഷൻ, 4 കളേഴ്സ് പിന്നെ. ഇതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഫാൻസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഹെവി പ്രിന്റ്സിൽ ഇതാണ് ഒരു വേറെ പാറ്റേൺ. അത് അംബ്രേല ടൈപ്പ് ആയിട്ടുള്ളത് കേട്ടോ. അംബ്രേല ടൈപ്പ് ആയിട്ടാണ്, ഒരു ആബ്സ്ട്രാക്ട് ജോമെട്രിക്കൽ ഒരു പ്രിന്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇത് പ്രിൻസ് കട്ടിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. നോർമലി നമ്മൾ കാണുന്നത് എല്ലായിടത്തും സ്ട്രെയിറ്റ് ആയിരിക്കും, ഇത് പ്രിൻസ് കട്ടിലാണ് മെറ്റർണിറ്റി വെയർ വന്നിരിക്കുന്നത്. 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മെറ്റർണിറ്റി വെയർ തന്നെ അടിപൊളി. ഇതിൽ ഒരു വേറെ കോൺസെപ്റ്റ് നമ്മൾ ചെയ്യണത് 2-in-1 ഓവർകോട്ട് മോഡൽ. സംഭവം ഫീഡിംഗ് ആണ്, പക്ഷെ ഇങ്ങനെ പുറത്തിന് മനസ്സിലാവില്ല ഇത് ഒരു ഫീഡിംഗ്. ജാക്കറ്റ് ടൈപ്പ് എന്നാൽ ജാക്കറ്റ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റും, ആരും അറിയാനും പോണില്ല എന്താ സംഭവം എന്നുള്ളത്. ഇതാ
ജാക്കറ്റ് ടൈപ്പ്. ഫീഡിങ് കഴിഞ്ഞിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആഫ്റ്റർ മെറ്റേണൽ ടൈം ഓൾസോ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കുർത്തീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിബിന്റെ അവിടെ പിന്നെ അയ്യോ അത് കേടായി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യും വേണ്ട. നമുക്ക് ആ ഒരു സിബിന്റെ പോർഷൻ ഉണ്ട്. ഇതാണ് ഇതിലൊരു വേറെ മോഡൽ. കുറച്ചുകൂടി ഒരു മെറ്റർനിറ്റിയിൽ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. അടിപൊളി കേട്ടോ. ഇതൊക്കെ മെറ്റർനിറ്റിയിൽ വരുന്ന കളക്ഷൻസ് ആണ്. കളർ ഓപ്ഷൻസും ഉണ്ട്. നല്ലൊരു മാർബിളിന്റെ എ ലൈൻ പോലത്തെ ഫ്രോക്കിന്റെ പാറ്റേൺ കേട്ടോ. അടിപൊളി കളേഴ്സാണ്. ഇത്ര കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അല്ലേ? ഇതാ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏതാന്നുള്ളൊരു കൺഫ്യൂഷൻ ആവില്ല. അതേപോലത്തെ കളേഴ്സാണ്. ഒക്കെ നല്ല വെറൈറ്റി കളേഴ്സാണ്. അപ്പോൾ മെറ്റർനിറ്റിയുടെ ഈ ഒരു പോർഷൻ ഫുൾ മെറ്റർനിറ്റിയുടെ ഒരു സെക്ഷനാണ്. അടിയിൽ നമ്മൾ ഒരു ഗല മോഡൽ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വെറൈറ്റീസ് ആണ് നമ്മൾ ഇവിടെ വെക്കുന്നത്. അഗെയിൻ ഇതൊരു കോൺസെപ്റ്റ് ആണ്. ഇതാണ് ഇതിന്റെ കളച്ചാട്ട്. അപ്പൊ ഇതിനെന്താ പ്രത്യേകത? ഇതില് സൈഡിൽ ഫ്രില്ലില്ല. സൈഡിൽ ഫ്രില്ലില്ല. എ ലൈൻ മോഡലാണ്. ആൻഡ് ഒരു ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. ബട്ട് ഒരു ഭയങ്കര ഒരു ഫിൽഡ് ആയിട്ട് ഒരു ഇത് എന്നുവെച്ചാൽ നെക്ക് ഫുൾ ഫില്ലാണ്. താഴത്ത് കണ്ട മോഡൽ എന്ന് പറയുമ്പോൾ 2 സൈഡിൽ ഫ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഇത് ഫ്ലീറ്റ് ഇല്ലാണ്ട് വന്നിട്ടുള്ള ആ ഒരു മോഡൽ. അതിൽ 4 കളർ ഓപ്ഷനാണ് വരുന്നത്. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് സ്റ്റോക്സും ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഡാർക്ക് കളർ ചാർട്ട് ബേസ് ആണ്. പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു വേറെ മോഡൽ ഉണ്ട്. അപ്പൊ അതിലും സെയിം ഒരു ഡാർക്ക് കളർ ചാർട്ട് പാരഡി ആണ്. നെക്കിന്റെ ഡിസൈൻ മാറി. നെക്കിന്റെ ഡിസൈനിന്റെ പാറ്റേൺ മാറി. അപ്പൊ ഈ പാറ്റേൺ മാറും. നെക്കിന്റെ ഡിസൈൻ ഹാൻഡ് ഈ കമ്പ്യൂട്ടർ എംബ്രോയിഡറി വർക്ക് മാറും. പക്ഷെ മെറ്റീരിയൽ സെയിം ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് പല മോഡൽസ് വരുന്നുണ്ട്. ഇത് ഫുൾ ഗോൾഡൻ ജെറിയാണ്. ഇതിൽ നമ്മൾ കോപ്പർ ജെറിയും ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ സിൽവർ ജെറിയും ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊരു സിൽവർ ജെറി ബേസിന്റെ ഒരു മോഡലാണ്. സിൽവർ ജെറിയിൽ ബക്രീദ് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ ബക്രീദിന് ഒരു ലോഞ്ച് ചെയ്ത ഒരു ഡിസൈനാണ്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. 4 കളേഴ്സ് ഒക്കെ സിൽവറിന്റെ ജെറിയിൽ വരുന്നത് കേട്ടോ. അത് ഫുൾ 4 ഡിഫറെന്റ് സെയിം എ ലൈൻ മോഡൽ. അതുപോലെ തന്നെ 4 കളേഴ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ തന്നെയാണ്. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു കളർ പോലും ഇവിടെ കാണാൻ കിട്ടില്ല. അപ്പൊ ഇത് ഫുൾ സിൽവറിൽ വരുന്ന കളക്ഷൻസ് കേട്ടോ. ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ഗല കോൺസെപ്റ്റ് തീർന്നു. ഇപ്പൊ നമ്മൾ വരുന്നത് വിചിത്ര കോൺസെപ്റ്റിലോട്ടാണ്. ഇതിൽ നമ്മൾ സ്മോൾ സൈസ് ഉണ്ടാക്കാറുണ്ട്, മീഡിയം സൈസ് ഉണ്ടാക്കാറുണ്ട്, ബിഗ് സൈസ്, പ്ലസ് സൈസ് 3XL, 4XL, 5XL എല്ലാം സൈസ് ഉണ്ടാക്കാറുണ്ട്. വർക്കൊക്കെ അടിപൊളി കേട്ടോ. എ ലൈനിൽ വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത്. അതിൽ കളർ ഓപ്ഷൻസും വരുന്നുണ്ട് കേട്ടോ. 3 കളേഴ്സ് വരുന്നുണ്ട്. ഇതാ 3 കളർ ഓപ്ഷൻസ്. അടിപൊളി കളേഴ്സ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പല ഹാൻഡ് വർക്കിൻ്റെ കോൺസെപ്റ്റ് റെഗുലർലി നമ്മളൊന്ന് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. വിചിത്ര മെറ്റീരിയൽ തന്നെ ഹാൻഡ് വർക്ക് നമുക്ക് വേറെ ആയിട്ട് വരുന്നു. അങ്ങനെ കളേഴ്സ് വരും. അങ്ങനെ ഇത് ഇപ്പോൾ വിചിത്രയിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ എംബ്രോയിഡറി വർക്കാണ്. ഇത് ഹാൻഡ് വർക്ക് ഇല്ല. ഇത് ഫുൾ ബൂട്ട വർക്ക് അടി വരെ ഇങ്ങനെ പോണത് കേട്ടോ. മറ്റേത് യോക്കിൽ മാത്രമായിരിക്കും വർക്ക് ഉണ്ടാവുക. ഇത് ഫുൾ ബൂട്ട വർക്ക് അങ്ങനെ വരുന്നത്. അപ്പൊ അതിന്റെ കളേഴ്സ് റെഗുലർ വെയറിനും ഉപയോഗിക്കാം. ബിക്കോസ് ഭയങ്കര ഫിൽഡ് ഔട്ട് ഇല്ല. ആൻഡ് വേണമെങ്കിൽ ഒരു പുറത്തു പോകേണ്ട ഒക്കേഷൻ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ്. പിന്നെ ഇത് സെറി വർക്കാണ്. കമ്പ്യൂട്ടറിന്റെ ത്രെഡ് വർക്ക് ആണ്. അതുകൊണ്ട് മെഷീനിൽ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്താലും കംപ്ലൈന്റ് അങ്ങനെ വരില്ല. അതിൽ 4 കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ വിചിത്ര സിൽക്കിന്റെ ഈ സൈഡ് ഫുൾ വരുന്നത് വിചിത്ര സിൽക്ക്. ഈ ഇരിക്കുന്ന സംഭവം എന്താ? അതൊക്കെ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഐറ്റംസ് സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ള ഐറ്റം ജസ്റ്റ് ഒന്ന് അടിയിൽ വെക്കാനാണ്. അത് ആവശ്യമുള്ളവർ വരാണെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് സൈസ് റിക്വയർമെന്റ് ആയിട്ട് നമുക്കൊന്ന് എടുത്ത് തരാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ ഇതൊരു വേറെ കോൺസെപ്റ്റ് ആണ്. ചിക്കനിൽ തന്നെ വിത്ത് സീക്വൻസ് അടിയിലൊരു മോഡൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ ഫ്ലീറ്റ് ഉണ്ടായില്ല. അപ്പൊ ഇതിൽ വിത്ത് ഫ്ലീറ്റ് ആണ്. കളച്ചാട്ടും ഒരു പേസ്റ്റൽ കളച്ചാട്ടായിരുന്നു. 3 കളർ ഓപ്ഷൻസ് കേട്ടോ ഇതിൽ വരുന്നത്. 3 കളർ ഓപ്ഷൻ. ചിക്കൻ്റെ ഈ നെക്കിൽ ഇങ്ങനെ ഡിസൈൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവിലും സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള വർക്കാണ് കേട്ടോ. അങ്ങനെ 3 അത്യാവശ്യം ഒരു പാർട്ടി വെയറിനും ഒരു ഇടാൻ പറ്റിയ ഒരു കോൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. XXL സൈസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വരുന്നത് നെറ്റ് ആണ്. ഭയങ്കര തിളക്കാണല്ലോ കാണുന്നത് മൊത്തം. ഷൈനിങ്. ഇത് ചെറിയ സൈസിലാണ് ഈ കോൺസെപ്റ്റ് ചെയ്യണത്. അപ്പോൾ S സൈസ് മുതലാണ് ഇത് ചെയ്യണത്. ആൻഡ് ഇത് നെറ്റ് ബേസ്ഡ്
ജോർജറ്റ് ആൻഡ് നെറ്റ് ബേസ്ഡ് ഡിസൈൻ ആണ്. ജോർജറ്റിൽ അതുപോലെ ഹാഫ് ആൻഡ് ഹാഫ് എന്ന് വെച്ചാൽ അങ്ക്രക്ക പാറ്റേണിലാണ് ഇതിന്റെ യോക്ക് വന്നിരിക്കുന്നത്. ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിൽ കേട്ടോ. ഒരു സൈഡ് നെറ്റും ഒരു സൈഡ് പ്ലെയിനും, അങ്ങനെയാണ് ഇതിന്റെ കളർ ഓപ്ഷൻസ് വരുന്നത്. 4 കേട്ടോ. സ്മോൾ ആണ്, സ്മോൾ സൈസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. S, M, L, XL 4 സൈസ് ആണ്. S സൈസ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ ഓക്കെ. ഈ ടൈപ്പിന്റെ ഫാബ്രിക് ബേസ് കൂടുതൽ ചെറിയ അളവിലാണ് പോകുന്നത്. ഇതില് തന്നെ ഒരു വേറെ കോൺസെപ്റ്റ്, കുറച്ചുകൂടി ഒരു ഹെവി ഡിസൈൻ ആണ്. നേരത്തെ അങ്ക്രക്ക പാറ്റേണിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് വരുമ്പോൾ നമുക്ക് ഒരു നടുക്കിലത്തെ പോർഷനിൽ മാത്രമാണ് വർക്ക് വന്നിരിക്കുന്നത് യോക്കിൽ കേട്ടോ. 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിലും 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മളിങ്ങനെ പല പാറ്റേൺസ് റെഡി ആക്കിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതൊരു ക്രോഷറ്റ് കോൺസെപ്റ്റ് ആണ്. ക്രോഷറ്റ് പഫ് കൈ മോഡലാണ് വിത്ത് ലേസ് വർക്ക്. ഇത് തുണിയും നല്ല തുണിയാണല്ലോ. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും തുണിയുടെ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കാം. നടുക്കിൽ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ പോയിട്ട് കണ്ടോ, അത് തുണിയോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഫ്രണ്ടിലാണ് ഇതിൻ്റെ വർക്ക് മൊത്തം വന്നിരിക്കുന്നത്. അതുപോലെ സ്ലീവിലും പഫ് മോഡലാണ് ഇത് വർക്ക്. ഇതിൽ 4 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നെക്സ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞ ഡിജിറ്റൽ ജോർജറ്റ് പ്രിന്റിൽ ഹാൻഡ് വർക്ക്. ഡിജിറ്റൽ ഷിഫോണില് ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെ ഡിജിറ്റൽ ഔട്ട്ലുക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ആ 4 കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് കണ്ടതല്ല, നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ കാണാം. എപ്പോഴും അപ്ഡേറ്റ് ഇനി കിട്ടണമെങ്കിൽ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതെ, ഒക്കെ വെറൈറ്റികളാണ്. തന്നെ പല വെറൈറ്റി വരും. ഇത് ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ് ടൈ ഡൈ പ്രിന്റ് പറയും. ടൈ ഡൈ പ്രിന്റ്. അപ്പോൾ അതിൽ ഇങ്ങനെ പല വെറൈറ്റി ഓഫ് കളേഴ്സ് വരും. അടിപൊളി ഷെയ്ഡ് അല്ലേ. പിന്നെ ഇത് അലിക്കാലും അവിടെ ഇവിടെ കളർ പിടിച്ചാലും പ്രശ്നമില്ല. ഇത് അങ്ങനത്തെ മോഡലാണ്, ടൈ ആൻഡ് ഡൈ മോഡലല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഓൾ ഒറിജിനൽ മിററാണ്. ഇനി അടുത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണിക്കാം. കാരണം ഈ ഫ്ലോറിൽ തന്നെ അത്യാവശ്യം കളക്ഷൻസ് കാണിക്കാനും ഉണ്ട്. ഇനി അടുത്തത് ജിമ്മി ചൂ. യെസ്, ഇതാണ് നമ്മളുടെ ഒരു പ്രീമിയം ക്രിയേഷൻ. ഇത് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടി വെയർ മെറ്റീരിയൽ ആണ്. പാർട്ടി വെയർ വെഡിങ് ഒക്കേഷന് ഒന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ആൻഡ് ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. ഇതൊരു ഷൈനിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് വെഡിങ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, ഒരു ലാച്ച മോഡൽ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തരുമോ? ലാച്ച മോഡൽ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്താൽ ചെയ്തു തരും. ഏത് മോഡലാണെങ്കിലും ചെയ്തു തരും. അത് ലാച്ച എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ബുട്ടിക്കിൽ തന്നെ പോയി ചെയ്യണം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഹോൾസെയിലാണ്. ഒരെണ്ണായിട്ട് 2 കിട്ടില്ല. അപ്പോൾ ഹോൾസെയിലിൽ 4 പീസ് അങ്ങനെ ഒരു സെറ്റായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ്. ഇതിലിപ്പോൾ നമുക്ക് എ ലൈൻ കുർത്തിയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് പറയാം, ഗൗൺ മോഡൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇതിൽ തന്നെ നമ്മൾക്ക് ഫ്രോക്ക് ഉണ്ട്, എ ലൈൻ മോഡലുണ്ട്, സൈഡ് സ്ലിറ്റ് മോഡലുണ്ട്. ഇതിപ്പോൾ നോർമൽ ഹാൻഡ് ആണ്. ഇതിൽ തന്നെ നമുക്ക് പഫ് കൈയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 4-5 ഡിസൈൻസിന്റെ ക്രിയേഷൻ ഉണ്ട്. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൽ പല മോഡൽ പറഞ്ഞാൽ ഇതൊരു പാറ്റേൺ ആയിരുന്നു. ഒക്കെ സെയിം മെറ്റീരിയൽ വൈസ് സെയിം. ഇപ്പൊ ആദ്യം നമ്മൾ നോക്കിയത് ഫ്രോക്ക് ആയിരുന്നു. ഇതൊരു സൈഡ് സ്ലിറ്റ് ആണ്. ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഷൈനിങ് ആയിരിക്കും കേട്ടോ ജിമ്മിച്ചൂല്. അതുപോലെ തന്നെ ത്രെഡിന്റെ വർക്കാണ്. 4 ഷെയ്ഡ് പേസ്റ്റൽ ഷെയ്ഡ്സ്. 4 പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് വരുന്നത് കേട്ടോ. മൊത്തം അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ. പാർട്ടി വെയർ ടൈപ്പ് കളക്ഷൻ ആണ്. ഇതിൽ തന്നെ ഇതൊരു ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് നമ്മളുടെ ജോർജറ്റ് വിത്ത് ചിക്കൻ വർക്ക് ബേസിൽ. നടുക്കില്ല കേട്ടോ, വി നെക്കിന് പകരം വി ഡിസൈൻ. അടിപൊളി. പിന്നെ ഒരു ബെൽറ്റ് ഇല്ലാത്തതിന്റെ ഒരു കുറവ്, ബെൽറ്റും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡ് അല്ലേ? 3 ഷെയ്ഡാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. കാണിച്ചു കുറെ ഡാർക്ക് ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു ലൈറ്റ് റെൻഡിലാണ്. ഇപ്പൊ നമ്മൾ കവർ ചെയ്തത് ജിമ്മി ചൂ ആയിരുന്നു, ഓൺ വൈറ്റ് ബേസ്ഡ് ഡിസൈൻസ്. ഇതാണ് ഒരു ഗോൾഡ് വർക്ക് ബേസിൽ കവർ ചെയ്യണ ഒരു ഡിസൈൻ. നേരത്തെ കണ്ടത് നമ്മൾ ത്രെഡ് വർക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് വരുന്നത് ഗോൾഡിന്റെ ജെറിയിൽ ചെയ്തിട്ടുള്ള ഗോൾഡൻ ജെറിയിലാണ്. ഇതൊക്കെ പ്രോപ്പർ വെഡിങ് വെയർ കോൺസെപ്റ്റ് ആണ്. വെഡിങ് വെയർ ഫെസ്റ്റിവൽസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രോപ്പർ ഐറ്റം ആണ്. ഓക്കെ. 4 കളേഴ്സ്, 3-4 കളർ ഓപ്ഷൻസ് ഇതിൽ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ജിമിച്ചു ഫാബ്രിക്, ഇത് എല്ലാം ജിമിച്ചു ഫാബ്രിക്. ഇപ്പൊ വരുന്നത് ഇതിന്റെ ബേസ് ഓർഗൻസ മെറ്റീരിയലില്
ഇതിൽ നിന്നാണ് തോന്നുന്നുണ്ട് ജിമിച്ചു ഫാബ്രിക് വന്നതെന്ന് തോന്നുന്നുണ്ട് ഈ ഓർഗൻസ ആണ് ആദ്യം കുറെ ഡിമാൻഡും എൻക്വയറി ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമിച്ചു ഒരു പ്രീമിയം ഗ്ലോസി സോഫ്റ്റ് ഫിനിഷ് വരുന്ന കാരണം അങ്ങനെയാണ് ജിമിച്ചുന്ന് ക്രിയേറ്റ് ആയി വന്നത്. ആദ്യം ഓർഗൻസയാണ്. ഓർഗൻസ എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആണ്. മറ്റെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, സ്റ്റിഫ് അല്ല, ഓർഗൻസയിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടാണ്ട് ജിമിച്ചു ഫാബ്രിക്, അങ്ങനെ എല്ലാ തരം ഫാബ്രിക്സ് അവൈലബിൾ ആണ്. ഇത് ഫ്രോക്ക് ടൈപ്പ് 4 കളേഴ്സ്. ഇതാണ് ഇതിന്റെ 4 കളേഴ്സ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ സെയിം കളർ ലൈനിങ്, ടോൺ ടു ടോൺ ത്രെഡ് എംബ്രോയിഡറി മെഷീനറി വർക്ക് ഉണ്ട്. സീക്വൻസ് ഇസ് നോട്ട് സിൽവർ. ഇത് ടോൺ ടു ടോൺ ഈ ബ്ലൂ ഷെയ്ഡിങ് സീക്വൻസ് ആണ്. അപ്പൊ ഒരു ഫുൾ ടോൺ ടു ടോൺ കോൺസെപ്റ്റ് ആണ്. അതിൽ ആ ത്രെഡ് കൊടുത്തിരിക്കുന്നത് സെയിം ആ ബ്ലൂ ഷെയ്ഡിൽ അങ്ങനെ കൊടുത്തിരിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഇവരുടെ ഓൺ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് ഓർഗൻസിൽ തന്നെ 3/4 സ്ലീവ്. ഇപ്പോൾ കൂടുതൽ നമ്മൾ നോർത്ത് കേരള സൗത്ത് കേരള രണ്ടും ചെയ്യാറുണ്ട്. അപ്പോൾ കാലിക്കറ്റ്, കണ്ണൂർ, കാസർഗോഡ് സൈഡ് ആകുമ്പോൾ അവർക്ക് ഈ ഒരു ലോങ് സ്ലീവ് ആണ് പ്രിഫറൻസ്. പഫ് കൈ കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ സെയിം മോഡലിൽ തന്നെ നമുക്ക് ലോങ് സ്ലീവും ആയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ലോങ് സ്ലീവ്, ഷോർട്ട് സ്ലീവ്, 3/4 സ്ലീവ് ഏത് മോഡൽ വേണമെങ്കിലും കൂടി അത് നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഷുഗർ കെയിൻ പറഞ്ഞൊരു പുതിയ ഫാബ്രിക് ആണ് മാർക്കറ്റിൽ. താഴത്ത് നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ട സംഭവമാണ്. അപ്പൊ അതില് വിത്ത് ഹാൻഡ് ആയിട്ട് ആണ്. ഇത് വൈറ്റ് ആയിട്ട് ബേസ് ആയിരിക്കും. അതിൽ ഇങ്ങനെ ഫുൾ പ്രിന്റ് അല്ലേ, ഷുഗർ കെയിൻ്റെ പോലത്തെ പ്രിന്റ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ വർക്കൊക്കെ അതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഈ തുണിയിൽ തന്നെ വർക്ക് ഉണ്ട്. അതൊക്കെ അടുത്ത് വന്നാൽ ഇനി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. തുണിയിൽ തന്നെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 3-4 കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, പഫ് സ്ലീവും അങ്ങനെ. അപ്പോൾ ഇത് പുറത്ത് ഡിസ്പ്ലേയിലും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കാണിക്കേണ്ട ഇവിടെ ഈ ഹാങ്കറിൽ എന്താ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നത്, ഇതൊന്ന് നോക്കിയാലോ നമുക്ക്. അത് കൂടാണ്ട് ഇവിടെ നടുക്കിലും കുറേ കാണിക്കാണ്ട്. ഇതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒരുവിധം ആവൂല്ലേ. ഇതൊക്കെ കാണിക്കണം നമുക്ക്. ഇത് ചിക്കനിൽ തന്നെ ഒരു റെഗുലർ സ്റ്റാൻഡേർഡ് ഓഫീസ് എക്സിക്യൂട്ടീവ് വെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റിയ ചിക്കൻ വെയർ ആണ്. ആൻഡ് ഇത് നമ്മൾ ഓൾറെഡി നോക്കി. ഇത് പ്രീമിയം ജോർജറ്റിലെ ഹാൻഡ് വർക്കാണ്. ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ അടിയിൽ കണ്ടിട്ടുണ്ട്. വേറെ കളറാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതും നമ്മൾ അടിയിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല. ഇത് ഒരു നമ്മുടെ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ്. A-line മോഡലിൽ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ആയിട്ട്. ഹാൻഡ് വർക്ക് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ സെപ്പറേറ്റ് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ലൈൻ ഹൗസ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി. ഇതിൽ ലൈൻ ഹൗസ് പ്രൊഡക്ഷൻ ചെയ്യാൻ. പിന്നെ ഇത് ഒരു കിഡ്സിന്റെ ഒരു ബേസ് ആണ്. ഇത് എക്സസൈസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നത്. XS, S, M, L, XL. ഇത് ആംഗ്രക്ക സ്റ്റൈല് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കെട്ടാൻ ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്തിട്ട്, അപ്പോൾ ഒരു പാർട്ടി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതാ, അപ്പൊ ഇത് ഒരു കോൺസെപ്റ്റ് ആണ്. ആ ടൈപ്പിന്റെ സെയിം കുറച്ചുകൂടി ഫാൻസി കോൺസെപ്റ്റ് ഹാങ്കറിൽ കാണിക്കും. ഇതാ, പിന്നെ ഇവിടെയും കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. ഇത് സൈസ് സ്മോൾ ആണെന്ന് തോന്നുന്നുണ്ട്. സൈസ് സ്മോൾ ആണ്. ഇത് ഓർഗൻസ ടൈപ്പിന്റെ ഒരു ഫാബ്രിക് ആണ്. അതില് ഹാൻഡ് വർക്ക് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ പഫ് സ്ലീവ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇത് ജോർജറ്റിൽ ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ്. ജോർജറ്റില് ഹെവി ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള വർക്ക്. അത് കൂടാണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ബാക്ക് ഓപ്പൺ ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. പിന്നെ വർക്ക് സൂപ്പർ. ഇനി ഇത് ലോങ് സ്ലീവ് ആണ്. ലോങ് സ്ലീവ് ആണ്. ഒരു വൈറ്റും ബ്ലാക്ക് വിത്ത് ലേസ് ആയിട്ട് ഒരു ആലിയ കോൺസെപ്റ്റ് ആണ്. അടിപൊളിയാട്ടോ. പിന്നെ ഫുൾ സ്ലീവ് ആണ്. ചുരുചുരുവായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മുടെ കൈയൊക്കെ എന്നൊക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ഫീലിംഗ് കിട്ടും. ഇതിൽ കളർ ഓപ്ഷൻസ് വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ സിംഗിൾ കളറാണ്. സിംഗിൾ കളർ ഓപ്ഷൻസ്. കളർ ഓപ്ഷനേ ഇല്ല, സിംഗിൾ കളർ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ കൈ വെച്ച് നോക്കുമ്പോൾ. ഇത് ഒരു പ്ലെയിൻ വിചിത്ര ബേസിലാണ്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ജസ്റ്റ് സ്മോൾ ബുട്ടീസ് ആണ്. സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ ആൾക്കാർക്ക് നോർമൽ ആയിട്ടുള്ളത്. പിന്നെ നെക്ക് അത്ര വെടുത്തില്ല, സിമ്പിൾ ആയിട്ട് അങ്ങനെ രീതിയിൽ വരും, കയ്യിലും വരും. ഈ ഒരു പോർഷനിൽ അല്ലേ? ഓക്കെ. ഇത് വരുമ്പോൾ നമ്മുടെ ബാട്ടിക് വിത്ത് ലോങ് സ്ലീവ്. ബാട്ടിക്കില് ലോങ് സ്ലീവ് കേട്ടോ. അത് ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല. ഈ ലോങ് സ്ലീവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കാരണം ലോങ് സ്ലീവ് കൂടുതൽ വെച്ചതാണ്. പിന്നെ കൂടുതൽ മേക്ക് ടു ഓർഡർ ബേസിസിലാണ് ലോങ് സ്ലീവ് നമ്മൾ ഉണ്ടാക്കുന്നത് ആസ് പെർ ഡിമാൻഡ്. ഓക്കെ.
ഇതാണെങ്കിൽ നമ്മുടെ അക്കോബ വിത്ത് ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് വർക്ക് എംബ്രോയിഡറി ആണ്, പിന്നെ നടക്കിൽ ഫ്ലീറ്റ് ആണ്. ഇതും ഒരു ലോങ് സ്ലീവ് കോൺസെപ്റ്റ് ആണ്. അടിപൊളി കേട്ടോ. ലോങ് സ്ലീവ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും, പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടാണ്. എന്നാ ഫെസ്റ്റിവൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് റെഡിയാക്കി തരും. ഇത് അജ്രക് പ്ലെയിൻ ബേസ് ജോർജറ്റ് വിത്ത് അജ്രക്കിന്റെ ഒരു ഹാൻഡ് പാച്ചും നെക്കിൽ ഒരു പാച്ച്, ഒരു കോൺസെപ്റ്റ്. സിമ്പിൾ ബട്ട് വിത്ത് ഹാൻഡ് വർക്ക്. ഓക്കെ. ഇത് വരുമ്പോൾ നമ്മളുടെ കോട്ട ചെക്സ് പറയും. കോട്ട ചെക്സിൽ ഒരു സിൽക്കി ലുക്ക് വിത്ത് ഹാൻഡ് വർക്ക് ആണ്. അതില് പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പഫ് ആണ്. ഇതും ലോങ് സ്ലീവ് തന്നെയാണ്. ഇത് വിത്ത് നമ്മുടെ എംബ്രോയിഡറി ആയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഫ്ലീറ്റ് ആണ്. ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഈ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്. സെയിം. അപ്പൊ ഇതില് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് വിത്ത് ലോങ് സ്ലീവ്. അടിപൊളി കേട്ടോ. ഈ അടിപൊളി ഫാബ്രിക് ആണല്ലോ. ഫാബ്രിക് സെലിബ്രിറ്റി സിൽക്ക് ആണ് ഫാബ്രിക്കിന്റെ പേര് കേട്ടോ. പുതിയ മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയലിന്റെ പേര് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പുതിയത് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ? പുതിയ ഫാബ്രിക് ആണ് മാർക്കറ്റിൽ. അപ്പൊ അതിലൊരു ഹാൻഡ് വർക്കിന്റെ കോൺസെപ്റ്റ് ആണ്. സെലിബ്രിറ്റി സിൽക്ക് മെറ്റീരിയൽ. അതിൽ വീനെക്കിന്റെ ഡീറ്റെയിലിംഗ് ഹാൻഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. മെറ്റീരിയൽ വൈസും സൂപ്പർ. ഇത് ഒരു നമ്മളുടെ ഈ ലൈനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇക്കത്തിന്റെ പ്രിന്റില് പിന്നെ യോക്കില് വർക്ക് വന്നിട്ടുണ്ട്. അത് ഫുൾ ത്രെഡ് വർക്കും അതുപോലെ ഫ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ മിറർ വർക്കിന്റെ കോൺസെപ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഇക്കത്ത്, കോട്ടണില് ഇക്കത്ത്. ഇത് വരുമ്പോൾ ജോർജറ്റ്, പ്യോർ ജോർജറ്റ് പ്രിന്റിൽ വിത്ത് ലേസ് വെച്ചിട്ട് ഒരു വിത്ത് ബട്ടൺസ് ആയിട്ട് ഒരു കോളർ മോഡൽ ഇതാണ്. ഫ്ലീറ്റുമായിട്ട് ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും കളർ ഓപ്ഷൻ. നമ്മള് കൂടുതൽ കളക്ഷൻസ് കാണിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ അജ്രക്കിന്റെ ലേറ്റസ്റ്റ്. അജ്രക്ക് ഇപ്പൊ അത്യാവശ്യം കുറെ നാളായിട്ട് മാർക്കറ്റിൽ ഇറ്റ് ഹസ് ബീൻ എ റെഗുലർ കോൺസെപ്റ്റ്. അപ്പൊ ഇതിൽ ഇപ്പൊ ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്നത് അടിയിൽ പ്ലെയിൻ ബേസ് വേണം, അജ്രക്കിന്റെ ഓൺലി പാച്ച് വർക്ക്. സോ ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഒരു കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് പല കളേഴ്സിൽ വരും. ബേസ് പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് ഈ സെയിം പാച്ച് വർക്കും പല കളേഴ്സും പല മോഡൽ ഡിസൈൻ ചേഞ്ച് ആയിട്ട് വരും. ഓക്കെ. അപ്പൊ നെക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ നെക്ക് ആയിട്ട് ആ ഒരു മോഡലിൽ നമുക്ക് അജ്രക്കിന്റെ പാറ്റേണിലാണ് വരുന്നത്. ഇനിയിപ്പോ ഇത് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഇത് പ്രിന്റില് ഫുൾ ഹാൻഡ് വർക്ക്, അതും സ്ക്വയറിന്റെ ആ ഒരു മോഡലിൽ തന്നെ കേട്ടോ. ഹെവി മിറർ വർക്ക് ബേസ് ആണ് അജ്രക്കിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ വിത്ത് ടോൺ ടു ടോൺ ഹാൻഡ് വർക്ക്. ആലിയ കട്ട് മോഡൽ ആണ്. അതും ഫ്ലീറ്റ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാണിക്കുന്ന എല്ലാത്തിനും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് നെക്കിൽ മാത്രം ഇങ്ങനെ ഹാൻഡ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ മോഡലാണ്. അടിയിൽ ഫുള്ള് പ്ലെയിൻ ആണ്. അതിന്റെ സെയിം ടോൺ ടു ടോൺ ഹാൻഡ് വർക്ക് സ്ലീവിലും വരുന്നുണ്ട്. ആൻഡ് സ്ലീവ് സ്കാലപ്പ് സ്ലീവ് ആണ്, സാധാ സ്ലീവ് അല്ല. അതല്ല, സ്കാലപ്പ് സ്ലീവ് ആണ്. അത് കൂടാണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട്. അത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഒരു ലേസ് വർക്കും അല്ല കേട്ടോ. നല്ല ഭംഗിയിലാണ് ഓരോരോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. സോറി, ഇത് 2 പീസിന്റെ ഒരു കോൺസെപ്റ്റാ തോന്നുന്നു. ടിഷ്യൂല് ഇത് ടിഷ്യൂല് തന്നെ. ഇത് ഇതിന്റെ ടോപ്പാണ്. ഇത് ഇതിന്റെ ഡിജിറ്റൽ ചെയ്ത ഒരു ഷോളാണ്. സോ ഇത് നമ്മളുടെ ട്രഡീഷണൽ വെയറിൽ റെഗുലർലി ചെയ്യണ ഒരു കോൺസെപ്റ്റാണ്. റെഗുലർലി ട്രഡീഷണൽ ഡിസൈൻസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതൊരു കോൺസെപ്റ്റാണ്. ഇതിൽ പല ഡിസൈൻസ് ട്രഡീഷണൽ വെയറിൽ നമ്മൾ റെഡിയാക്കും. ഓക്കെ. അപ്കമിങ് ആയിട്ടുള്ള കുറേ ഫെസ്റ്റിവൽസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കേരള ട്രഡീഷണൽ വെയർസ്. അതിൽ കുർത്തീസിൽ നമുക്ക് ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, പാച്ച് വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് വർക്ക്, ഷുഗർ ബീഡിൻ്റെ ഹാൻഡ് വർക്കാണ്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹാൻഡ് വർക്ക് നോക്കിയേ, അത് അതിനേക്കാളും ഭംഗി കേട്ടോ. ഓരോരോ ഹാൻഡ് വർക്കിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഇത് ഗോൾഡ്, ടിഷ്യൂ, സിൽവർ, അങ്ങനെ പല മെറ്റീരിയൽസിലും അവൈലബിൾ ആണ് അല്ലേ. ഇതൊക്കെ നമുക്ക് ട്രഡീഷണൽ വേഴ്സിൽ നല്ല നല്ല വെറൈറ്റീസ്. ഇതൊക്കെ ഇപ്പോൾ വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാളും അക്രമം കളക്ഷൻസ് ഈ ഒരു ഫ്ലോറിൽ തന്നെ ഉണ്ട്. കാരണം ഇതൊരു 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ് ആണ് വരുന്നത് അല്ലേ. ഇനി ഇതൊക്കെ എന്താ സംഭവം? ഇതൊക്കെ നമ്മൾ കാണിച്ചതാണോ? ഇത് നമ്മൾ കണ്ടതാണ്. ഇതൊരു സെന്റർ പാനൽ ഫുൾ അജർക്ക് വർക്ക് ആയിട്ട് ഒരു ഇതാണ്. ആൻഡ് സെലിബ്രിറ്റി സിൽക്ക് തുണി തന്നെയാണ്. അപ്പോൾ ഇതൊരു സെന്റർ പാനൽ പറഞ്ഞിട്ട് ഇതൊരു റെഗുലർ എൻക്വയറി, ഒരു ഡിമാൻഡാണ്. ഓക്കെ.
അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റീസ് ഒക്കെ ഈ ഫ്ലോറിൽ തന്നെയല്ല കേട്ടോ, മൊത്തം 4 ഫ്ലോർ. അത് കൂടാണ്ട് നമുക്ക് മുകളിലത്തെ ഒരു ഫ്ലോർ കൊണ്ടിന്റെ ആ ഒരു ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ മൊത്തം ഗോഡൌൺ ആണ്, സ്റ്റോക്ക് ഇരിക്കുന്നത്, വെയർ ഹൗസ് എന്ന് പറയാം. പിന്നെ ഇവർക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത് വേറെ സ്ഥലത്താണ്. അതെന്തായാലും നമുക്ക് ഈ മാർക്കറ്റ് ഏരിയയിൽ നമുക്ക് കിട്ടില്ല. ഇതേ സെയിം കളക്ഷൻസ് നമുക്ക് ഇവർക്ക് ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട്. ആ ബ്രാഞ്ച് പ്രസ് ക്ലബ് റോഡില് സിലോൺ ബേക്ക് ഹൗസ് റെസ്റ്റോറന്റിന്റെ അടുത്തായിട്ട് വരും. 100 മീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് മേനക ഭാഗത്തു നിന്നാണ് വരുന്നത് വെച്ചാൽ നമുക്ക് ദുർഗ ചോക്കി ആണെങ്കിൽ അങ്ങോട്ട് കയറാം, ഇല്ലെങ്കിൽ നമുക്ക് MG റോട്ടിൽ നിന്ന് വരാണെങ്കിൽ നമുക്ക് ഇതായിരിക്കും എളുപ്പം. അപ്പൊ ഈ വഴിക്കൂടെ വരാം. ഇനി PN പാർക്കിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ ഒരു PN പാർക്ക് ഉണ്ട്, അതുപോലെ PN പാർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പാർക്കിംഗ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒരാളുടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം ഇത് എറണാകുളം, അതെ ഇത് എറണാകുളം മാർക്കറ്റാണ്. അപ്പൊ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസെയിലാണ്, ഇതും ഹോൾസെയിലാണ്. മൊത്തം കുർത്തീസ് ഇത് കൂടാണ്ട് നമുക്ക് ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ അതുകൊണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഷോർട്ട്ലി ചെയ്യും. അപ്പോൾ അത് അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താഴെ സബ്സ്ക്രൈബ് എന്ന് കണ്ടിട്ടുണ്ട്. ചെയ്യാത്തവർ മാത്രമേ, ചെയ്തവരാണെങ്കിൽ വീണ്ടും ഇട്ട് കുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ദുർഗ ടെക്സ്റ്റൈൽസിലത്തെ ഓണറാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.